ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ നീതിമാനാണ്, വിശുദ്ധനും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ഞാൻ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ സമൃദ്ധിയോടെ ഇന്ന് അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഏറ്റുപറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വിശ്വാസ പ്രഖ്യാപനം ഏറ്റുപറയുമ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആ വിശ്വാസ പ്രഖ്യാപനം ഇന്ന് നമ്മളിലേക്ക് അത് പ്രവേശിക്കുകയാണ്. നമ്മളത് പറയുമ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയായിത്തീരും. ദൈവം അതുപോലെ തന്നെ നിങ്ങളിൽ പ്രവർത്തിപ്പാൻ ശക്തനാണ്. തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൻ്റെ ഹിതം നമ്മൾ അന്വേഷിക്കുന്നവരാകണം. ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും ഒരിക്കലും നമുക്ക് ദോഷമല്ല. ദൈവത്തിൻ്റെ ഹിതം നമുക്ക് അനുഗ്രഹമാണ്. കർത്താവ് നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. ദൈവം സകല കാര്യത്തിലും നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുന്നല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനഭാഗമല്ല, വചന ചിന്ത എന്തിനെപ്പറ്റിയുള്ളതാണെന്നുള്ളത് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. നമുക്ക് പ്രതിസന്ധികൾ സകല വിഷയങ്ങളും ദൈവം നമുക്ക് നന്മയാക്കി മാറ്റി. കോൺഫിഡൻസ്, മെച്ചൂരിറ്റി, ബോൾഡ്നെസ്. നിങ്ങൾ ഒരുമിച്ച് പറയുന്നതുകൊണ്ട് പലതിനും ക്ലിയർ ആകുന്നില്ലെങ്കിലും കേട്ടത് വെച്ച് പറയാം. നമ്മൾക്ക് ഇന്ന് അനുഭവിക്കുന്ന സകല കാര്യങ്ങളെയും ദൈവം നമുക്ക് നന്മയാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. അപ്പോൾ ദൈവം നമുക്ക് നന്മയാക്കി മാറ്റും. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിലൊരു കാര്യം ഉറപ്പിച്ചോണം, എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. അതിൽ നിങ്ങൾ മാറിപ്പോകരുത്. നിങ്ങൾ എത്ര വലിയ പ്രാർത്ഥനക്കാരനാണെങ്കിലും എത്ര വലിയ പ്രാർത്ഥനക്കാരിയാണെങ്കിലും ഒരു കാര്യം ഉറപ്പിച്ചോണം, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിലനിൽക്കുന്നത്. അതായത് കാൽവരി ക്രൂശിലൂടെ കർത്താവ് എന്നോട് കാണിച്ച മഹാസ്നേഹമാണ് എൻ്റെ അടിസ്ഥാനം. അതിൽ എൻ്റെ പ്രാർത്ഥനയല്ല, എൻ്റെ വിശ്വാസം, അതൊക്കെ അതിന് ശേഷമാണ്. ആ സ്നേഹമാണ് ആദ്യം വന്നത്. അതിൻ്റെ അകത്തുനിന്നാണ് എനിക്ക് പ്രാർത്ഥിക്കുവാനും വിശ്വസിക്കുവാനും ഒക്കെ കൃപ ലഭിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മളെ സൂക്ഷിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യുവാൻ ഇടയായിത്തീരട്ടെ. നമ്മൾ ഈ വരും ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഉദ്ദേശിക്കുന്നത് എനിക്ക് എല്ലാവർക്കും അത് കഴിയുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ എന്നെ ഒന്ന് ഓർപ്പിച്ചേക്കണം. ഇത് കഴിയുമ്പം ഞാൻ വർഗീസ്വരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർഗീസ്വർ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അപ്പം ഇത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർപ്പിച്ചോണം. നമ്മൾ ഈ ദിവസങ്ങളിലൊന്ന് അന്യഭാഷ വരം ലഭിച്ചവർ നമ്മുടെ വരാൻ പോകുന്ന പ്രാർത്ഥനകളെയൊക്കെ ഓർത്ത് കുറച്ച് നേരം അന്യഭാഷ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വ്യക്തിപരമായി വളരുവാനുള്ള ഒരവസരമാണ്. സ്വർഗീയ ദർശനങ്ങളെ കാണുവാനും ദൂതന്മാരുമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുവാനും ദൈവത്തിൻ്റെ വലിയ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വാതന്ത്ര്യവും സമാധാനവും ഒക്കെ ലഭിക്കുവാൻ അന്യഭാഷ പ്രാർത്ഥന നമുക്ക് ഗുണം ചെയ്യും. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എല്ലാവരേക്കാൾ അധികം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരേക്കാൾ അധികം. അപ്പോൾ അത്രത്തോളം പൗലോസ്ലീഹ അന്യഭാഷാ പ്രാർത്ഥനയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കണമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും എനിക്കറിയാം, നിങ്ങൾക്കറിയാലോ, നമ്മളെല്ലാവരും പല സമയത്തുള്ളവരാണ്. പല സമയം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പല രാജ്യത്ത് ആയിട്ടുള്ളവരാണ്. ഇന്ത്യയിലും പല രാജ്യത്തിലും ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ വ്യത്യസ്തമായ സമയങ്ങളിലാണെങ്കിലും എല്ലാ ദിവസവും ഒരു സൂമിൽ വരുവാൻ ആഗ്രഹിക്കുന്നു. ഇനി അഥവാ സൂമിൽ വരാൻ പറ്റിയില്ലെങ്കിലും ഒരു സമയം നമുക്ക് ഇന്ന് തന്നെ ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് സഹോദരങ്ങളത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നോ അല്ലെങ്കിൽ നാളത്തേക്കോ, അധികം ഇന്ന് നാളെ കഴിഞ്ഞ് പോകാതെ ഇന്ന് നാളേക്കുള്ളിൽ ഒരു ദിവസം നമുക്ക് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾക്ക് എത്രത്തോളം ഇരിക്കാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ കഴിയട്ടെ. അപ്പോൾ അന്യഭാഷയിൽ കുറച്ചു നേരം നമുക്ക് പ്രാർത്ഥിക്കാം. അന്യഭാഷ പ്രാർത്ഥിക്കുന്നത് മീറ്റിങ്ങിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ വന്നു ചേരുന്നുള്ള ഏറ്റവും ഒടുവിൽ ഒന്നും കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ അന്യഭാഷ വരം ലഭിച്ചവർക്ക് കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. അന്യഭാഷ വരം ഇല്ലാത്തവർ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് പങ്കു ചേരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാകത്തില്ലായിരിക്കും.
എങ്കിലും ഇരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ മേലിലും ഒരു പകർച്ച വരും. നിർബന്ധമല്ല, ഒരു നിർബന്ധവുമില്ല. ആഗ്രഹിക്കുന്നവർ 2 പേരോ ഉള്ളെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. ഞാൻ മാക്സിമം പങ്കെടുക്കുവാൻ ശ്രമിക്കും. ഞാനും അതായത് എൻ്റെ സമയം വ്യത്യാസമെങ്കിൽ പോലും ഞാനും ഉണ്ട് അതിൻ്റെ അകത്ത്. എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് അന്യഭാഷയിൽ തന്നെ അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കാം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. വലിയ പ്രവർത്തികളാൽ കർത്താവ് ഇന്ന് സഹായിക്കട്ടെ. മുന്നോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി വ്യക്തിപരമായി എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? വ്യക്തിപരമായി ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? തീർച്ചയായിട്ടും മുന്നോട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. കാര്യം നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുക. മുന്നോട്ട് എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ഈ ദിവസങ്ങളിൽ വലിയ ആവശ്യമാണ്. ശക്തമായിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വലിയ ആവശ്യമാണ്. ഞാനത് നിങ്ങളോട് ചോദിക്കുകയാണ്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വീണ്ടും എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. എല്ലാ ദിവസവും കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുകയും എല്ലാ ദിവസവും ക്രിസ്തുവിൽ നമ്മൾ ബലപ്പെടുകയും ചെയ്യുന്നല്ലോ. ഇന്നും നമുക്ക് കർത്താവിൽ ബലപ്പെടാം. കർത്താവിൻ്റെ വചനം മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി അത് നമുക്ക് ഇൻബിൽറ്റാണ്. ഒരിക്കലും നിങ്ങൾ ദൈവപ്രവൃത്തിയെ രണ്ടായിട്ട് കാണരുത്. പലപ്പോഴും പല ആളുകളും പ്രസംഗിക്കുമ്പോഴൊക്കെ വരാറുണ്ട്, ദൈവപ്രവൃത്തിയിലൊന്നുമല്ല കാര്യം, അത്ഭുതത്തിലൊന്നുമല്ല കാര്യം, വചനത്തിലാണ് കാര്യം. പക്ഷെ വചനം കേട്ടാൽ ബൈബിൾ പറയുന്നു, അവർ പറഞ്ഞ വചനത്തെ ദൈവം അവരുടെ കൂടെ ഇരുന്ന് വചനത്തെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം ഉറപ്പിച്ചു. അപ്പോൾ ദൈവപ്രവൃത്തി എന്നുള്ളത് വചനത്തിൻ്റെ കൂടെയുള്ളത്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വാക്കിങ്ങനെ വീണ്ടും പറയുകയാണ്. നിങ്ങളൊരു കഥപുസ്തകം വായിക്കും പോലെ തന്നെ ബൈബിൾ നമുക്ക് വായിക്കാൻ പറ്റും. ഇഷ്ടംപോലെ കഥ ബൈബിളിലുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒത്തിരി കഥകളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കഥയുണ്ട്, അബ്രഹാമിൻ്റെ കഥയുണ്ട്, ലോത്തിൻ്റെ കഥയുണ്ട്, ഇസഹാക്കിൻ്റെ കഥയുണ്ട്, യാക്കോബിൻ്റെ കഥയുണ്ട്, ഇസ്രായേലിൻ്റെ കഥയുണ്ട്. ഇതൊരു കഥപുസ്തകമായിട്ട് വായിക്കാൻ പറ്റും. പക്ഷേ ബൈബിളിനെ വ്യത്യസ്തമാക്കുന്നത് ദൈവശക്തിയും ദൈവപ്രവൃത്തി. അതായത് നിങ്ങൾ ലോകത്തിൽ ഏത് പുസ്തകം വായിച്ചാലും അത്ഭുതം നടക്കത്തില്ല. ലോകത്തിൽ ഏത് വലിയ പ്രശസ്ത എഴുത്തുകാരൻ്റെ ബുക്ക് വായിച്ചാലും അതൊരു കഥ വായിച്ചാലും അതിനൊരിക്കലും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. പക്ഷെ ബൈബിളിൽ ആ എഴുതപ്പെട്ടിരിക്കുന്ന കഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് കഥയല്ല, ഇത് റിയലായിട്ട് വെളിപ്പെട്ട് വരും. അപ്പോൾ ബൈബിളിനെ ബൈബിളാക്കുന്നത് ദൈവപ്രവൃത്തി, ദൈവശക്തി, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അഭിഷേകം ഇത് തന്നെയാണ്. മറന്നുപോലെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് വചനം കേൾക്കാം. വേഗത്തിൽ തന്നെ ഞാൻ എല്ലാ ദിവസവും മാക്സിമം ഇനി മുതൽ ശ്രമിക്കുന്നു. വേഗത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാൻ. കാര്യം ഒത്തിരി ലേറ്റ് ആകുന്നുണ്ടെന്ന് പലരും ഇങ്ങനെ പറയാനിടയായി തീർന്നു. നിങ്ങൾക്ക് പിറ്റേ ദിവസം ജോലിയൊക്കെ ഉള്ളവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടെങ്കിലും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ഇന്നും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വചനം കേട്ടു വരികയാണ്. ഇന്ന് നമുക്ക് ആ വചനത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ്. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പൗലോസ്ലീഹായുടെ ചില പ്രയോഗങ്ങൾ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇച്ചിരി എന്തൊക്കെയോ കടുകട്ടിയായിട്ടൊക്കെ നമുക്കൊരു റിയൽ ലൈഫോട്ട് ഞാൻ പലപ്പോഴും പറയും. നമ്മളൊരു സങ്കീർത്തനം വായിക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ദുഃഖത്തിലിരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങളൊരു സങ്കീർത്തന ഭാഗം വായിക്കുന്ന സമയത്ത് ആ വചനം ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കും. ഞാൻ നിലവിളിയോടെ ഇരുന്നു, കണ്ണുനീരോടെ ഇരുന്നു, സങ്കടത്തോടെ ഇരുന്നു. അപ്പോൾ ആ ഒരു എഴുതപ്പെട്ട അന്നത്തെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ആ വ്യക്തിയുടെ എന്താ പറയുക മനോനിലയുമായിട്ട് ചിലപ്പോൾ നമ്മളുമായിട്ട് സാമ്യം വരും. കാര്യം നിങ്ങളും ദുഃഖിച്ചിരിക്കുന്നു, സങ്കീർത്തനക്കാരനും ദുഃഖിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ദൈവം ചെയ്ത പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. പക്ഷേ പ്രത്യേകിച്ച് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഭാഷ ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ ഇത് കട്ടിയായിട്ടുള്ള ഭാഷയല്ല, ദൈവത്തിലുള്ളൊരറിവാണ്. ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കപ്പുറമായ കാര്യങ്ങളെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള
വാക്കുകളാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഏത് പ്രശ്നത്തിലൂടെ കടന്നു പോയാലും, എത്ര ഭയങ്കര വലിയ പ്രശ്നമാണെങ്കിലും, ഒരിക്കലും നേരെ ആകത്തില്ലെന്ന് പറഞ്ഞ വിഷയമാണെങ്കിലും, മരിച്ചുപോയ വിഷയമാണെങ്കിൽ പോലും ദൈവവചനത്തിൽ അതിന് സൊല്യൂഷനുണ്ട്. ദൈവവചനത്തിൽ അതിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ കഴിയും. ഇപ്പോൾ വചനം പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യൻ്റെ വചനമായിട്ടല്ല. നിങ്ങൾ വാക്ക് നോക്കി, മനുഷ്യൻ്റെ വചനം നോക്കി. മനുഷ്യൻ്റെ ഹ്യൂമൻ വേർഡ് എന്നൊരു വാക്കാണ് ഞാൻ എൻ്റെ ഒരു മൂലഭാഷയിലേക്ക് വന്ന സമയത്ത് ഹ്യൂമൻ വേർഡ്, അതായത് മനുഷ്യൻ്റെ വാക്ക്. മനുഷ്യൻ്റെ വാക്കും ദൈവത്തിൻ്റെ വചനവും രണ്ട് കാര്യമാണ് അപ്പോസ്തലനോട് പറഞ്ഞിരിക്കുന്നത്. മനുഷ്യൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം. എൻ്റെ കൂടെ പറഞ്ഞ മനുഷ്യൻ്റെ വാക്കും ദൈവത്തിൻ്റെ വാക്കും എന്ന് പറഞ്ഞു. മനുഷ്യന്റെ വാക്ക് ദൈവത്തിന്റെ വചനം. ആമേൻ, ആമേൻ. നിങ്ങളോട് ശ്രദ്ധിച്ചോണം. ഇവിടെ സുവിശേഷം വചനം ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി. ഞങ്ങൾ ദൈവവചനം പ്രസംഗിച്ചു, നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്ന ദൈവവചനമായിട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും രണ്ട് കാര്യങ്ങളാണ് പൗലോസ്ലീഹ പറയുന്നത്. ഒന്ന് ദൈവത്തിൻ്റെ വചനം, രണ്ട് മനുഷ്യൻ്റെ വചനം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ച നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടേയിരുന്നു. നമുക്ക് ഈ തെസ്സലോനിക്ക സഭയുടെ ഒരു ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അപ്പോസ്തല പ്രവൃത്തി മുതലേ തെസ്സലോനിക്ക സഭയെപ്പറ്റി പല രീതിയിൽ അവിടെ പറയുന്നുണ്ട്. തെസ്സലോനിക്ക സഭ, ഈ സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ അധികം നാൾ ശുശ്രൂഷിച്ച സ്ഥലമല്ല. ഇപ്പം നമ്മളിപ്പം 5-6 വർഷമായിട്ട് ഇങ്ങനെ സൂമിൽ ഇങ്ങനെ ഓരോ ദിവസവും വലിയ കൃപയാണ് ദൈവത്തിൻ്റെ. എല്ലാ ദിവസവും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കൂടുവാനും ഒക്കെ ദൈവം നമുക്ക് അവസരം തന്നു. പക്ഷെ തെസ്സലോനിക്കക്കാർക്ക് പൗലോസ്ലീഹ അധികം സമയം പൗലോസ്ലീഹയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, തെസ്സലോനിക്ക സഭക്കാരുമായിട്ട് കൂടാൻ പറ്റിയില്ല. നമുക്കതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് അതിൻ്റെ 17-ാം അധ്യായത്തിൽ അവർ ആംഫിപോലീസും അപ്പൊലോസിലെയും കൂട്ടി കടന്നു. എനിക്ക് ഈ വാക്കുകളൊക്കെ ഭയങ്കര കടന്നു. തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാർ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ബത്ത് തിരുവഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. ക്രിസ്തു കഷ്ടം അനുഭവിച്ചു, മരിച്ചവരിൽ നിന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതിന് എന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തുവെന്ന് വിവരിച്ചു കൊടുത്തു. അപ്പം നിങ്ങൾക്കറിയാം തെസ്സലോനിക്ക സഭയെപ്പറ്റി പറയുകയാണ്. പൗലോസ് എന്ത് ചെയ്തു? തെസ്സലോനിക്ക സഭയെ പോയിട്ട് ക്രിസ്തു യേശു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റുവെന്ന് വചനത്തിലൂടെ, അതായത് സങ്കീർത്തനങ്ങളിലൂടെയും യേശു ക്രിസ്തു പറയുന്നുണ്ടല്ലോ, സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതിന് നിവർത്തി വന്നിരിക്കുന്നു. അപ്പോൾ കർത്താവിനെ പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം പൗലോസ്ലീഹ വിവരിച്ചു കൊടുത്തു. അവരിൽ ചിലർ ഭക്തിയുള്ള യവനന്മാരിൽ വലിയൊരു കൂട്ടവും മാന്യ സ്ത്രീകളും അനേകർ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു. നോക്കണം, അനേകർ വിശ്വസിച്ചു, പൗലോസിനോടും ശീലാസിനോടും കൂടെ ചേർന്നു. യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടന്ന് ചില യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടന്ന് ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹം ഉണ്ടാക്കി യാസോന്റെ വീട് വളഞ്ഞു ജനസമൂഹത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. അവരെ കാണാഞ്ഞിട്ട് യാസോനും ചിലരെ സഹോദരന്മാരും നഗ്നരാക്കി നഗരാധിപന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി ഇഴച്ചുകൊണ്ട് ഭൂലോകത്തിലൊക്കെയും കലഹിക്കുന്നവർ ഇവിടെ എത്തി യാസോൻ അവരെ കൈക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നോക്കി, അപ്പോൾ വലിയ പ്രശ്നം അവിടെ ഉണ്ടായി. പൗലോസ്ലീഹ സുവിശേഷം തെസ്സലോനിക്ക സഭയിൽ പറഞ്ഞു. വലിയൊരു കൂട്ടം യവനന്മാർ എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരാണ് കേട്ടോ. അവർ കുറേ ആളുകൾ കർത്താവായ യേശുവിൽ നിങ്ങളെപ്പോലെ എന്നെപ്പോലെ വിശ്വസിച്ച് ഈ സുവിശേഷത്തിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് എവിടെയും ഇരുന്നു കൊണ്ട് സുവിശേഷം കേൾക്കാം, ലോകത്തിൽ ഏത് കോണിലിരുന്നുകൊണ്ട് സുവിശേഷം കേൾക്കാം. പക്ഷേ യേശുവിനെ അനുഗമിക്കുമ്പോഴാണ് ആൾക്കാർക്ക് പ്രശ്നം. നമുക്ക് ലോകത്തിൽ ഏത് കോണിലിരുന്നു കൊണ്ട് സുവിശേഷം കേൾക്കാം, പക്ഷേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ സന്തോഷവും സമാധാനവും ക്രിസ്തു യേശുവിൽ ലഭിക്കുകയും ഇനി വരാൻ പോകുന്ന ഒരു ജീവിതമുണ്ട് യേശു ക്രിസ്തുവിൻ്റെ കൂടെ. അതിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധ സ്നാനവും രക്ഷയിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ പറയാതിരുന്നാൽ നിങ്ങളെ വഞ്ചിക്കുന്നത് പോലെയാണ്. വിശുദ്ധ സ്നാനമായിക്കോട്ടെ രക്ഷിക്കപ്പെടുന്നതായിക്കോട്ടെ ഇത് നിർബന്ധമാണ്.
അപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ്, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പൗലോസ് ലീഗ തെസ്സലോനിക്ക സഭയിൽ വന്ന് സുവിശേഷം പറയുക. തീർച്ചയായിട്ടും അവിടെ രോഗികളെ പൗലോസ് ലീഗ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരിലൂടെ ദൈവം അവരെ സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്യും. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന സമയത്ത് പൗലോസ് ലീഗയുടെ തൂവാല, അതായത് റൂമാല്, ആ വിയർപ്പ് പറ്റിയ തൂവാല കൊണ്ടിട്ടപ്പോൾ പോലും രോഗികൾ എന്ത് ചെയ്തു? സൗഖ്യമായ ചരിത്രം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി കാണാൻ പറ്റും. അപ്പോൾ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുന്നിടത്തൊക്കെ വലിയ ദൈവപ്രവൃത്തി ഉണ്ടായി. അപ്പോൾ നാളെ നോക്കി, നമ്മൾ ഇന്നലെ കേട്ടു, ഒരു സഹോദരി ആൻറ്റി പറഞ്ഞില്ലേ, ക്യാൻസർ രോഗിയായിട്ട് ഭാരപ്പെട്ട ഒരു അച്ചായൻ്റെ അടുക്കിലേക്ക്, അവർ ക്രിസ്തു വിശ്വാസി പോലുമല്ല, എല്ലാ പ്രതീക്ഷയും ഇനി ഏത് നിമിഷവും മരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കും. 1 വർഷമായിട്ട് അദ്ദേഹം ജോലി പോലും ചെയ്യുന്നില്ല, വേദനയാലും രോഗത്താലും ഭാരപ്പെടുമായിരുന്നു. ആ ക്യാൻസറിനാൽ ബുദ്ധിമുട്ട് സഹോദരി വചനമെല്ലാം കേട്ട് ബലപ്പെട്ട് ആ കുടുംബത്തിൽ പോയി അവരോട് വചനമൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കൃപയാൽ ഇന്ന് ആ പിതാവിൻ്റെ വേദന മാറി. അതുമാത്രമല്ല, 1 വർഷമായിട്ട് ജോലി ചെയ്യാൻ കഴിയാത്ത പിതാവായിരുന്നു. ക്യാൻസർ കാരണം ആലയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹം ജോലി ചെയ്തു. അതുമാത്രമല്ല, ആൻറ്റി പറഞ്ഞൊരു സാക്ഷിയുണ്ട്, നേരത്തെ 2-3 പേരുടെ കൂടെ സഹായം കൊണ്ട് എടുത്തു വെക്കുന്ന പല കാര്യം, അതായത് ആരോഗ്യമുള്ള കാലത്ത് 2 പേര് കൂടെ ഒരുമിച്ച് എടുത്തു വെക്കുന്ന സാധനങ്ങൾ ഈ ക്യാൻസർ വന്നതിന് ശേഷം ജോലി ഇല്ലാതിരിക്കുവാണ്. കാര്യം ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവ് തൊട്ട് കഴിഞ്ഞപ്പം ഒരാളുടെയും സഹായമില്ലാതെ എല്ലാം ചെയ്തെടുക്കുവാനും കർത്താവ് ഈടാക്കി. എത്ര പേര് ആ സാക്ഷി ഇന്നലെ കേട്ടായിരുന്നു? നേരത്തെ പോയവർക്ക് അറിയത്തില്ലായിരിക്കും. എത്ര പേരത് കേട്ടു? ലാസ്റ്റ് കേട്ടു. അപ്പൊ ഇതേപോലെ നമ്മുടെ ഇടയിൽ നടക്കുന്നുവെങ്കിൽ ആ കാലഘട്ടത്തിൽ എത്ര അധികം നടന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ദേശങ്ങൾ, പട്ടണങ്ങൾ, ഇവരൊക്കെ യേശുവിനെ വിശ്വസിക്കുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ചില യഹൂദന്മാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർക്കിഷ്ടപ്പെട്ടില്ല. അവർക്ക് പൗലോസ് പ്രസംഗിക്കുന്നത് അവർക്ക് താല്പര്യപ്പെട്ടില്ല. നിങ്ങൾ നോക്കിയേ, അവർ പറഞ്ഞ ചില വാക്കുകൾ നോക്കിക്കേ. അവർ യാസോൻ ഇരിക്കുന്ന വീട് കൊണ്ടുവന്ന് ആ രാത്രി അതായത് എന്നിട്ട് പറയുകയാണ് പൗലോസ്, ഓക്കെ, തൊട്ടുമുള്ളത്തെ വാക്യം പോലെ നിങ്ങൾക്ക് വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഇവിടെ മല നോക്കി, ക്രിസ്തു കഷ്ടം വന്ന ചിലർ ഭക്തിയുള്ള യവനന്മാരിൽ വലിയൊരു കൂട്ടം യേശുവിലേക്ക് വന്ന് യഹൂദന്മാരോ അസൂയ പൂണ്ട്, നോക്കി, യഹൂദന്മാരോ അസൂയ പൂണ്ട് മിനക്കെട്ട് നടന്ന് ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി കലഹമുണ്ടാക്കി യാസോൻ്റെ വീട് വളഞ്ഞു അവരെ ജനസമൂഹത്തിൻ്റെ നടുവിൽ കൊണ്ടുവരുവാൻ ശ്രമിച്ചു. പൗലോസ്ലീഹയുടെ പഴയ സ്വഭാവത്തിലാണെങ്കിൽ പൗലോസ്ലീഹ ഇവരെല്ലാം ഓടിച്ചിട്ട് ഇടിച്ചേനെ. പൗലോസ്ലീഹയുടെ സ്വഭാവം നമുക്കറിയാം. പക്ഷേ പൗലോസ്ലീഹ ഇപ്പോൾ ക്രിസ്തു യേശുവിലായതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവസ്നേഹത്തിലിരിക്കുന്നതുകൊണ്ട് പൗലോസ്ലീഹ എന്ത് ചെയ്തില്ല? അവരോട് മാനുഷികമായിട്ട് യുദ്ധം ചെയ്യാൻ പോയില്ല. അപ്പോൾ അതാലോചിച്ച് നോക്കി, തെസ്സലോനിക്ക സഭയിലെ ആൾക്കാർ അവർ യേശുവിനെ അറിഞ്ഞു, ക്രിസ്തുവിലേക്ക് വന്നു. പക്ഷേ ഇവർക്ക് എന്ത് ചെയ്തില്ല? അസൂയ പൂണ്ടിട്ട് അവരെന്ത് ചെയ്തു? പൗലോസ് യാസോൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വന്ന് ഭൂലോകത്തെ കലഹിക്കുന്നവർ ഇവിടെ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസിന് അല്ലെങ്കിൽ അവിടെ യാസോൻ്റെ വീട് വളഞ്ഞ്, യാസോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് വളഞ്ഞ് അവരെ നഗരാധിപതിയുടെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് ഇഴച്ചു. ഭൂലോകത്തെ കലഹിക്കുന്നവർ ഇവിടെ വന്നിരിക്കുന്നു, യാസോൻ അവരെ കാണിക്കൊണ്ടിരിക്കുന്നു. യാസോൻ എന്ന് പറഞ്ഞാൽ തെസ്സലോനിക്കയിലുള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ട് പറയുകയാണ്, യേശുവെന്നും മറ്റൊരു രാജാവിനെ അവർ പ്രസംഗിക്കുന്നു. അതാണ് ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സുവിശേഷ വിരോധികളായിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടോ? ഈ മതം മാറ്റമാണ്, ഇവർ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ലോകത്തിൽ ഉണ്ടാക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ പറയത്തില്ല മതം മാറ്റമാണ്. ഞാനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ കാണത്തില്ല, കുരിശ് കൃഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ, അതായത് ഇന്നലെ ആൻറ്റി പറഞ്ഞു കേട്ടില്ലേ, ഒരു ക്യാൻസർ രോഗി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷയും മറ്റുപോയ ഒരു വ്യക്തി യേശുവിനെ അറിഞ്ഞു, കർത്താവിൻ്റെ സൗഖ്യം അനുഭവിച്ചു, അദ്ദേഹം ജോലി ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞില്ല, എപ്പോഴും ഇപ്പം ആൻറ്റി പറഞ്ഞ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എപ്പോഴും ഇപ്പം യേശുവിനെ പറ്റി പറയുന്നു, സന്തോഷമുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി, ഇതേപോലെ അനേക വ്യക്തികൾ യേശുവിലേക്ക് വരുമ്പോൾ പിശാചിന് അത് ഇഷ്ടമല്ല. അവൻ എന്ത് ചെയ്തു? ആളുകളുടെ മനസ്സിളക്കി, അവൻ എന്ത് ചെയ്തു? പ്രശ്നം. അതാണ് ക്രിസ്തുവേ, നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് സുവിശേഷം കേൾക്കാം, പക്ഷേ യേശുവിനെ അനുഗമിക്കുന്നവരെ ആണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ സ്നാനപ്പെടുമ്പോൾ യേശുവിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കർത്താവിനെ ധൈര്യത്തോടെ, ഞാൻ യേശുവിൻ്റെ സാക്ഷിയാണ്, ഒരു മടിയും കൂടാതെ പറയുന്നവരെ ഓർത്ത് ദൈവം സന്തോഷിക്കുന്നു. ഇവിടെ പൗലോസിനെ വേണേൽ പറയാമല്ലോ, ഞാനൊരു യഹൂദനാ, എന്നാൽ ഞാൻ ഇന്നു മുതൽ യേശുവിനെ പ്രസംഗിക്കുന്നില്ല, ഞാനും നിർത്തി. താനും തല്ലുകൊള്ളുന്നതായിരിക്കലും ഭേദമല്ലേ. പക്ഷേ പൗലോസ് എന്ത് ചെയ്തില്ല? അവിടെ പറഞ്ഞ വാക്ക് നോക്കിയേ, കൈസറുടെ നിയമത്തിൻ്റെ പ്രതികൂലമായി പ്രവർത്തിക്കുന്നു നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരം നഗരാധികാലും ഭ്രമിച്ചു. നിങ്ങൾ ആ വാക്യം നോക്കി, യാസോൻ മുതലായവരെ ജാമ്യം വാങ്ങി വിട്ടയച്ചു.
പക്ഷേ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരന്മാരുടനെ ആ രാത്രിയിൽ പൗലോസിനെയും ശീലാസിനെയും ബരോവയിലേക്ക് അയച്ചു. കണ്ടോ, നല്ല ഒന്നാന്തരം വചനമൊക്കെ കേട്ട് സന്തോഷിച്ച് ദൈവപ്രവൃത്തിയൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പ്രശ്നമുണ്ടായി. അവിടെയുള്ള ആൾക്കാർ അസൂയ പൂണ്ട് വലിയൊരു ബഹളമുണ്ടാക്കി. അവസാനം പൗലോസ് ലീഹായ്ക്ക് അവിടുന്ന് ബരോവയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ട അവസ്ഥ വന്നു. ഒന്ന് നോക്കി. അപ്പോൾ അവർക്ക് അത്രയും വചനമേ അവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. എന്നിൻ്റെ കൂടെ പറഞ്ഞ് അവർക്ക് പൗലോസിൽ നിന്ന് അത്രയും വചനമേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറ. ആമേൻ. എന്നാൽ എന്താ സംഭവിച്ചത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു വീട്ടിൽ പോയി സുവിശേഷം പറയുക, അല്ലെങ്കിൽ നിങ്ങൾ വചനം കേൾക്കുന്നൊരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾ കുറച്ചേ കേട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വചനത്തിന് ഭയങ്കര ശക്തിയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, ബ്രദറെ ഞാൻ വലിയ സമാധാനമില്ലാതെ വലിയൊരു സന്തോഷമില്ലാത്ത വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ ബ്രദറാണെങ്കിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് മണിക്കൂറുകൾ ഇങ്ങനെ വചനം പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് എന്താ പ്രയോജനം? ഇവിടെ ഞാൻ ഈ ചരിത്രം പറഞ്ഞല്ലോ. പൗലോസ് ലീഗ തെസ്സലോനിക്ക സഭയിൽ ആദ്യം സുവിശേഷം പറഞ്ഞു, യേശുവിനെ പറ്റി പറഞ്ഞു. അവരെല്ലാം കർത്താവിലേക്ക് കുറേ ആൾക്കാർ യേശുവിനെ അറിഞ്ഞു. അവർ മതം മാറിയവരല്ല, തെറ്റിദ്ധരിക്കല്ലോ കേട്ടോ, മതം മാറുവല്ല. യേശുവിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ മതം മാറുവല്ല, യേശുവിൽ ആകുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആരും ഇവിടെ വന്നവരാരും മതം മാറിയവരല്ല, യേശുവിലേക്ക് വന്നവർ. അങ്ങനെ ഒരു യേശുവിൽ വന്നു. അവർക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ വചനം കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്? സമാധാനമുള്ളവർ എത്ര പേരുണ്ട്? അതിന് വല്ലോ കാശോ നിങ്ങൾ വല്ലതും തരുന്നുണ്ടോ? സമാധാനം കിട്ടുന്നതുകൊണ്ട് നിങ്ങൾ വല്ല ചാർജ് വല്ലതും ഈടാക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് സൗജന്യമായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ലഭിച്ചു. ഇത് പൗലോസ് ലീഹ പറഞ്ഞപ്പം അവർക്ക് എന്തെങ്കിലും അസൂയ പൂണ്ട ചില ആളുകൾ. അതാണ് നമുക്ക് സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തരുന്നതാണ്. ഇവിടെ നോക്കി, അവിടെ ആളുകളെ ഇറക്കി പൗലോസ് ലീഹ അവിടുന്ന് പോയി. എന്നാൽ പൗലോസ് ലീഹ പോയതിനു ശേഷം നിങ്ങൾ ഈ തെസ്സലോനിക്ക ലേഖനം 1-2 അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ തിമത്തിയോസിലൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പൗലോസ് ലീഹ ചില വിവരങ്ങൾ അറിഞ്ഞു. അത് നിമിത്തം പൗലോസ് ലീഹ എഴുതുന്ന ലേഖനമാണ്. വലിയൊരു ഞെട്ടലോടെയാണ് പൗലോസ് ലീഹ അവിടെ എഴുതുന്ന. കാര്യം പൗലോസ് ലീഹ ആ സഭയിൽ അധികം സമയം ആ ഒരു പട്ടണത്തിൽ സുവിശേഷം പറയാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ നോക്കി, എന്നിട്ട് പറയുകയാണ്, തെസ്സലോനിക്ക ലേഖനം 2 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ. അപ്പോൾ പൗലോസിനി തിരിച്ചവരോട് പറയുകയാണ്, അന്ന് നിങ്ങൾ ഈ വചനമെല്ലാം കേട്ട്, പക്ഷേ എനിക്ക് പൗലോസിലേക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ പറ്റിയില്ല. പക്ഷേ പൗലോസ് ലീഹ പറയുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന ദൈവവചനമായിട്ട് നിങ്ങൾ കൈക്കൊണ്ടതിനാൽ വിശ്വസിച്ച നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടേയിരുന്നു. കണ്ടോ? അപ്പോൾ പൗലോസ് ലീഹ പറയുകയാണ്, ഞാനത് പറഞ്ഞിട്ടങ്ങ് പോയി, ഞങ്ങൾ രക്ഷപ്പെട്ടങ്ങ് പോയി, പക്ഷെ വിശ്വസിച്ച നിങ്ങളിൽ ആ കർത്താവിൻ്റെ വചനം ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടിരുന്നു. ഈ വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു മലയാളം എന്ന് പറഞ്ഞാൽ നല്ലൊരു മലയാളം വാക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മലയാളം ലാംഗ്വേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാനൊരു കുറച്ചും കൂടെ പരക്കുക എന്നുള്ളതിനേക്കാൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇംഗ്ലീഷ് വേർഡ് ഒരു സൗകര്യം ഇട്ടുണ്ടായിരുന്നു, സ്പ്രെഡ് ചെയ്യുക അല്ലേ? നമ്മൾ പറയത്തില്ലേ, ആ ഒരു രോഗം അല്ലെങ്കിൽ ആ ഒരു കോവിഡ് സ്പ്രെഡ് ചെയ്തു, അതായത് മുഴുവൻ ബോഡിയിലേക്കും അത് വ്യാപരിച്ചുകൊണ്ട്. നമ്മൾ പറയത്തില്ലേ, ക്യാൻസർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നു, വ്യാപരിക്കുക അല്ലേ? അതായത് മുഴുവൻ പോവുക. അപ്പോൾ ആ നിങ്ങൾ കേട്ട വചനം നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപിക്കുക. ഡോക്ടർ വാക്ക് കിട്ടുന്നുണ്ട്, വ്യാപിച്ചുകൊണ്ടേയിരുന്നു, നിങ്ങളിലേക്ക് അത് വ്യാപിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ ഓർത്തു ഈ തെസ്സലോനിക്ക സഭയിൽ വചനം പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ആ കൂട്ടത്തിൽ ആ വചനത്തെ കയറി പിടിച്ചവരുണ്ട്. എങ്ങനെ പിടിച്ചെന്നറിയാവോ? മനുഷ്യൻ്റെ വചനമായിട്ടല്ല. എന്താണ് മനുഷ്യൻ്റെ വചനവും ദൈവത്തിൻ്റെ വചനവും തമ്മിലുള്ള വ്യത്യാസം കേട്ടോണം. മനുഷ്യൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാനുഷികമായ വാക്കുകളും മാനുഷിക പരിമിതികളും മനുഷ്യൻ ഒപ്പിച്ചുകൊണ്ട് വരുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് നടക്കുക, അല്ലെങ്കിൽ ലോകവുമായിട്ട് റിലേറ്റഡാണ്. നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യവും ഭൂമിയിലുള്ളതാണ്. നമുക്കൊരിക്കലും ഭൂമിക്ക് പുറത്തുള്ളൊരു കാര്യത്തെപ്പറ്റി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളൊരിക്കലും ദൂതന്മാർ നമ്മുടെ കൂടെ വന്ന് ജോലി ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല.
അന്യഗ്രഹ ജീവികൾ നമ്മളോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല. നമ്മൾ എന്ത് കാണുന്നോ, നമ്മൾ ഈ ഭൂമിയിൽ എന്ത് രുചിക്കുന്നോ, എന്തറിയുന്നു, എന്തനുഭവിക്കുന്നു, അതുമാത്രമാണ് നമ്മുടെ വിശ്വാസം. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ പറ്റിയല്ല, സ്വർഗത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെയുള്ള സുവിശേഷമാണ്. അതായത് യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഓക്കെ, അത്രയും പേരെ ഓക്കെയാണ്. കാര്യം പല നേതാക്കന്മാരും ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ട്, അല്ലേ? സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എന്താ പറയുക പോരാടിയവരുണ്ട്. പക്ഷെ അവരെല്ലാവരും മരിച്ചു. നമുക്കറിയാം ഗാന്ധിജി നമുക്ക് വേണ്ടി, ഗാന്ധിജി മാത്രമല്ല ഒത്തിരി പേര് നമുക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികൾ യുദ്ധം ചെയ്തു. അവരെല്ലാം മരിച്ചു. അവിടെ കൊണ്ട് സാധാരണ മനുഷ്യൻ്റെ വാക്കിൻ്റെ അവസാനം വന്നു, മരിച്ചു. പക്ഷെ ബൈബിൾ പറയുന്നു, നമുക്ക് തെസ്സലോനിക്ക അപ്പോസ്തല പ്രവൃത്തി കേട്ട വാക്ക് നോക്കിയേ. നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, യേശു ക്രിസ്തു കഷ്ടമനുഭവിച്ചു, മരിച്ചു. തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു. എന്നിട്ട് നോക്കിയ വാക്യം നോക്കിയേ, ഉയർത്തെഴുന്നേറ്റിരിക്കുകയും ചെയ്യേണ്ടതിന്. അപ്പം ഇവിടെയാണ് വലിയൊരു സംശയം അവർക്കുണ്ടായത്. ഉയർത്തെഴുന്നേറ്റിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് അറിയിച്ചിരിക്കുന്നു. ഈ യേശു തന്നെ ക്രിസ്തുവെന്ന് തെളിയിച്ചു വിവരിച്ചു കൊണ്ടേയിരുന്നു. അപ്പം മരിച്ചു എന്ന് പറയുന്നത് വരെ ആർക്കും കുഴപ്പമില്ല. യേശു വന്നു, ഒത്തിരി പേരെ സൗഖ്യമാക്കി, ഒത്തിരി അത്ഭുതം ചെയ്തു, മരിച്ചു. ഓക്കെ, അത് സംഭവിച്ചേക്കാം. ലോകത്തിൽ എങ്ങനെയൊക്കെ ചിലപ്പം ആൾക്കാർ ചെയ്തേക്കാം. പക്ഷെ ഉയർത്തു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ വാക്കിൽ അതിന് ഉത്തരവില്ല. ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. മരിച്ച ഡെഡ് ബോഡിക്ക് ഉയർക്കാൻ കഴിയത്തില്ല. പക്ഷേ അവരിൽ ആരൊക്കെയോ വിശ്വസിച്ചത് ശ്രദ്ധിച്ചേ. പൗലോസിൻ്റെ പ്രസംഗം മുഴുവിക്കാൻ പറ്റിയില്ല അവിടെ. അതിനു മുമ്പ് തന്നെ വലിയ കൂട്ടം ആൾക്കാർ പൗലോസിനെ അവിടെ നിന്ന് ഓടിച്ചു. പക്ഷെ ആരൊക്കെയോ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും ഇന്നും ആ കർത്താവ് ജീവിക്കുന്നുവെന്നും അവിടെ ആരൊക്കെയോ വിശ്വസിച്ചു. അവരിലൂടെ എന്ത് സംഭവിച്ചെന്നറിയാവോ? അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, ആ വിശ്വസിച്ചവരിൽ അത് വ്യാപരിച്ചു കൊണ്ടേയിരുന്നു. ശ്രദ്ധിച്ചോണം, ഇന്ന് കേൾക്കുന്ന വചനം ആര് വിശ്വസിക്കുന്നു, നിങ്ങളിൽ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വിഷയങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഓരോ അനുദിന ജീവിതത്തിലേക്ക് യേശു കർത്താവിൻ്റെ ശക്തി സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് തെസ്സലോനിക്ക സഭയിലെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തെസ്സലോനിക്ക സഭയെപ്പറ്റി പൗലോസ്ലീഹ പിന്നീടാണ് തിമോഥെയോസിലൂടെ വിവരം കിട്ടുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അന്ന് നമുക്ക് പൗലോസ്ലീഹയെ മുഴുവൻ പ്രസംഗിക്കാൻ പറ്റി. നമ്മൾ നേരെ ബരോവയിലോട്ട് പോയി. പക്ഷെ ഇന്നൊരു കാര്യം അറിയാവോ? അവിടെ വലിയൊരു ഉണർവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വലിയൊരു ദൈവപ്രവൃത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നമ്മുടെ എറണാകുളത്തെ മീറ്റിംഗ് ആണല്ലോ, നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 2018 സമയത്ത് ചെറായിൽ വെച്ച് നമ്മുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ച് പേര് 10 താഴെ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ചെറായിൽ നടക്കുന്നൊരു മീറ്റിംഗ്. എനിക്ക് വലിയ സന്തോഷമുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. ഒത്തിരി യേശുവിനെ അറിയാത്ത ആൾക്കാർ, അതായത് ക്രിസ്തു വിശ്വാസത്തിലുള്ള അല്ലാത്ത കുറേ ഒത്തിരി ആളുകൾ ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. പക്ഷേ ഇതേപോലെ തന്നെ ആ മീറ്റിംഗ് അവിടെ നിർത്തേണ്ട ഒരവസ്ഥ വന്നു. എനിക്ക് വലിയൊരു സങ്കടമായിരുന്നു. വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം ടൗണിലുള്ള സുഭാഷ് പാർക്ക് എന്നാണ് അതിൻ്റെ പേര്. സുഭാഷ് പാർക്കാണോ അതിൻ്റെ പേര്? നമ്മൾ നേരെ നോർത്തിൽ വരുമ്പോൾ സുഭാഷ് പാർക്ക് അല്ലേ? ഞാൻ അവിടെ വന്നിങ്ങനെ വല്ലാതെ വിഷമിച്ചിരുന്നു. കാര്യം എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. കാരണം അപ്പം ഞാൻ വിളിച്ചു, കർത്താവേ, കാര്യം ഞങ്ങളവിടെ പിന്നീട് പ്രാർത്ഥന ഒന്ന് ക്രമീകരിക്കുവാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. ഒത്തിരി കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഹോൾ എടുത്ത് അവിടെ ഒരു പ്രാർത്ഥന ക്രമീകരിക്കുക എന്നുള്ള ഒരു ബഡ്ജറ്റ് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അവിടെ ഒന്ന് ഒത്തിരി നേരം ഇരുന്നു. കാര്യം കുറേ നേരം ഞാൻ ഇരുന്നു, കർത്താവേ എന്തെങ്കിലും വെച്ചാൽ വലിയൊരു സന്തോഷമാണ്. കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, അതായത് വചനം കേൾക്കാനും നിങ്ങളെപ്പോലെ തന്നെ താല്പര്യമുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരൊന്നും ഞാൻ പറഞ്ഞ ഒരു ക്രിസ്തു ബാക്ക്ഗ്രൗണ്ടിലുള്ളവരല്ല. മുന്നമേ ചിലർ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവരുണ്ട്, എന്നാലും ക്രിസ്തുവായിട്ട് പരിചയമില്ല. നെഹ്റു പാർക്കിൽ, എനിക്ക് അതിൻ്റെ പേര് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം എനിക്ക് വലിയൊരു സങ്കടമായിരുന്നു. കാരണം വെച്ചാൽ പിന്നീട് അവരെയൊക്കെ ഒരാളെ മാത്രമേ ഇപ്പോഴും കണക്ഷനുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, എനിക്ക് വലിയ സങ്കടമായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കും, കഴിഞ്ഞ ദിവസം കർത്താവ് വീണ്ടും നമ്മൾ എറണാകുളം പട്ടണത്തിൽ തന്നെ വരാൻ പോകുന്ന വലിയൊരു മീറ്റിംഗ് ആയിട്ട് തന്നെ അത് ക്രമീകരിക്കപ്പെടുമ്പോൾ ഞാൻ ആലോചിക്കും, അന്ന് അവിടെ ഇരുന്ന് അത് ആലോചിക്കുമ്പം ഒരു 1000 രൂപയുടെ ഹോൾ എടുത്ത്, അല്ലെങ്കിൽ ഒരു 1500 2000 രൂപയുടെ ഒരു ഹോൾ എടുത്ത് ആ കാലഘട്ടത്തിൽ ഒരു മീറ്റിംഗ് ചെയ്യാൻ 2018 19 സാധ്യമല്ല. അന്നത്തെ കാലഘട്ടത്തിൽ അത് സാധ്യമല്ല. അപ്പം ഞാൻ ഒത്തിരി കർത്താവ്, അപ്പം ഞാൻ പറയും ചില കാര്യങ്ങൾ ദൈവം അങ്ങനെയാണ്.
ചില സമയത്ത് ദൈവം നമ്മളെ ചില വിത്തിടാൻ വേണ്ടി ഉപയോഗിക്കും. ചില സമയത്ത് ആ വചനം, ആ സമയത്ത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, അവിടെയൊക്കെ പോകുന്നത് കോട്ടയത്തു നിന്ന് ബൈക്കിന് പോവും, എറണാകുളത്ത് പ്രാർത്ഥന കഴിയും, തിരിച്ച് ബൈക്കിൽ നേരെ കോട്ടയത്തോട്ട് വരും, പിന്നെ അടുത്ത ഞായറാഴ്ച അങ്ങോട്ട് പോവും, പിന്നെ തിരിച്ചിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. കുറച്ച് നാളത് ഉണ്ടായിരുന്നു. വലിയ ദൈവപ്രവൃത്തികൾ കർത്താവ് അവിടെ ചെയ്തു, വലിയ രോഗസൗഖ്യങ്ങൾ. ഞാനത് പറഞ്ഞു, എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആളുകൾ അവരുടെ തകർന്ന അവസ്ഥയിൽ നിന്ന് ആത്മഹത്യയിലേക്ക് വരെ പോയവരെ ദൈവം അവിടെ അവർ ജീവിതത്തിലേക്ക് അവരുടെ സന്തോഷമൊക്കെ കാണുവാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ കാര്യം, നമുക്ക് ഈ ദൈവപ്രവർത്തികളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കർത്താവ് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അത് നിന്നു പോയ സമയത്ത് എനിക്ക് വലിയ സങ്കടമായിരുന്നു. അതിനുശേഷം എനിക്ക് വന്ന ഇപ്പോൾ 2025 5-6 വർഷത്തിന് ശേഷമാണ് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയാം, എറണാകുളം മീറ്റിംഗ് മാത്രമല്ല എല്ലാ പ്രാർത്ഥനയ്ക്കും ഒരു, അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ആ മീറ്റിങ്ങിൽ എന്തോ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും. കാര്യം ഇത്രയും വർഷത്തിന് മുമ്പ് വിത്തിൻ്റെ ഒരു മുളയാണ് അവിടെ പുറപ്പെട്ടു വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ എനിക്കറിയാം, എനിക്ക് ചിലപ്പോൾ മുമ്പ് എന്നെ കേട്ടവർ അതിൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, മുമ്പ് അതിലുണ്ടായിരുന്നവരുണ്ടോ എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പക്ഷെ ആര് വന്നാലും അന്നിട്ട വിത്തിൻ്റെ ഒരു മുള പൊട്ടി വരുന്നതാണ് എനിക്ക് ഉറപ്പാണ്. അതിനകത്ത് എത്ര പേര് വരുന്നുള്ള കൗണ്ട് എനിക്കറിയത്തില്ല, എത്ര പേരുള്ള ആളുകളാണ് എനിക്കത് കൂടുതൽ എനിക്കിപ്പോഴും കറക്റ്റ് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, വിത്ത് മുളച്ചു വരുന്നവരെ അവിടെ വരത്തുള്ളൂ. ഏതൊക്കെ വിത്ത് അവിടെ വീണിട്ടുണ്ടോ, എവിടെയൊക്കെ അത് കിട്ടിയിട്ടുണ്ടോ, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ആരുടെ മേലത് വീണിട്ടുണ്ടെന്ന്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആ ചെറായി മുതൽ അവിടം വരെ ഒറ്റ പ്രാർത്ഥന, കർത്താവേ ഏതെങ്കിലും ഒരു അവസരം തരണേ കർത്താവേ, എവിടെയെങ്കിലും ഞങ്ങൾക്കൊരു ഹോള് തരണേ. പലപ്പോഴും അന്വേഷിച്ചു, പലതും ഞങ്ങൾ അവിടെ നോക്കി. പക്ഷേ നമുക്കൊരു ആ സമയത്ത് വലിയൊരു വിഷയമായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, എറണാകുളം പോലത്തെ ഒരു ടൗണിൽ ആ കാലഘട്ടത്തിൽ ഒരു ഹോൾ എടുക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് ദൈവം ഏറ്റവും വലിയൊരു അനുഗ്രഹമാക്കി തന്നെ, ഏറ്റവും എന്താ പറയുക, ഒരു ബിഗ് ബഡ്ജറ്റ്, എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബഡ്ജറ്റ്, എനിക്ക് ചിലപ്പോൾ അത്ര വലിയ കാര്യമായിരിക്കത്തില്ലായിരിക്കും, ബിഗ് ബഡ്ജറ്റിൽ തന്നെ ദൈവം അവിടെ ഒരുക്കി. അപ്പം ആ വിത്താണ്. അപ്പോൾ പൗലോസ്ലീഹ പറഞ്ഞ ഈ വചനം എനിക്ക് ഇപ്പം മനസ്സിലാകുന്നുണ്ട്. കാര്യം തെസ്സലോനിക്ക സഭയിൽ അന്ന് പൗലോസ്ലീഹായിനെ അവരെന്ത് ചെയ്തു? നിങ്ങൾ ഈ വചനം നോക്കിയേ. പൗലോസ്ലീഹായിനെ അവരെന്ത് ചെയ്തു? അവർ യാസോൻ്റെ വീട് വളഞ്ഞു, ജനമെല്ലാം എതിർത്തു, അസൂയ പോകേണ്ട ആൾക്കാർ എന്ത് ചെയ്തു? അവിടെ പ്രശ്നമാക്കി. പക്ഷേ അവരെന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഉടനെ സഹോദരന്മാർ ഉടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബരോവയിൽ പറഞ്ഞയച്ചു. അവിടെ എത്തിയാറേ യഹൂദന്മാർ പോലെ. അപ്പോൾ പൗലോസിന് വലിയ വിഷമമായിപ്പോയി. ഇതുകൊണ്ടോ പൗലോസിന് വലിയ വിഷമമായിപ്പോയി. പൗലോസ് ആ രാത്രി തന്നെ പൗലോസിനെ അവർ പറഞ്ഞു വിട്ടു. കണ്ടോ എന്തൊരു സങ്കടമായ അവസ്ഥയല്ലേ? പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, അന്ന് പൗലോസ് പോയെങ്കിലും പൗലോസ്ലീഹ പറഞ്ഞ വചനം അവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ആരൊക്കെയോ ആ വചനത്തെ വിശ്വസിച്ചു, ആരൊക്കെയോ ആ വചനത്തെ ഏറ്റെടുത്തു. അവരിലൂടെ യേശു ക്രിസ്തു പ്രവർത്തിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ കേൾക്കുന്ന വചനം ഏത് ബ്രദർ പറയുന്നുള്ളതല്ല, യേശുവിൻ്റെ നാമത്തിൽ അത് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുവാൻ തുടങ്ങും, നിങ്ങളിലേക്ക് അത് വ്യാപരിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, തളർന്നു പോകരുത് കേട്ടോ, നിങ്ങൾ മടുത്തു പോകരുത്, വചനത്തിൽ ശക്തിപ്പെട്ടു. കാര്യം അവിടെ പൗലോസ്ലീഹ ഇല്ല, അവിടെ വചനം പറഞ്ഞ് ബലപ്പെടുത്താൻ അവിടെ പൗലോസ്ലീഹ, അവിടെ വേറെ ആൾക്കാരില്ല. അവരന്ന് പ്രസംഗിച്ച വചനം കൊണ്ടാണ് അവർ ബലപ്പെട്ടത്. ആലോചിച്ച് നോക്കിയേ, അവർക്ക് പൗലോസ് ഇല്ല, ശീലാസ് ഇല്ല, അപ്പല്ലോസ് ഇല്ല. അവിടെ വന്ന ആൾക്കാർ ഓടിക്കും പൗലോസിനെ, അവിടെ ആൾക്കാർ വന്ന് അടിച്ചോടിക്കും. അതുപോലെ പ്രശ്നം പറ്റുന്ന ഏരിയയിൽ അവിടെ പൗലോസ് അന്ന് പ്രസംഗിച്ച വചനത്തെ അവർ ഹൃദയത്തിൽ, ഞാൻ ആ ഒരു വാക്യം നിങ്ങൾ കൈക്കൊണ്ടു എന്നൊരു വാക്യത്തിൻ്റെ അകത്ത് അതിൻ്റെ കുറച്ചും കൂടി ഒരു ഗ്രീക്ക് വേർഡ് കൊടുത്തേക്കുന്നൊരു വാക്കുണ്ട്, നിങ്ങളതിനെ മുറുക്ക പിടിച്ചു. അതിൻ്റെ ഒരു ഗ്രീക്ക് വേർഡാണ് മുറുക്ക പിടിച്ചു. നിങ്ങൾ ആ വചനം കളഞ്ഞില്ല, മനുഷ്യൻ്റെ വാക്ക് അതിനെ റിജക്റ്റ് ചെയ്തു, ദൈവം പറഞ്ഞതിനെ അവർ വിശ്വസിച്ചു. അവരിലൂടെ ആ വചനം വ്യാപരിച്ചു. ഈ ദിവസങ്ങളിൽ മനുഷ്യൻ എന്തു പറയോട്ടെ, മെഡിക്കൽ റിപ്പോർട്ട് എന്തു പറയട്ടെ, ലോകം എന്തു പറഞ്ഞോട്ടെ, അത് വിശ്വസിക്കരുതേ. ദൈവം പറയുന്നത് മാത്രം വിശ്വസിക്കുവാൻ നിങ്ങൾ പാകപ്പെടണം. ചിലപ്പോൾ നമ്മൾ തളർന്നു പോയെന്നിരിക്കും, നമുക്ക് ചിലപ്പം ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ ബലം കുറഞ്ഞെന്നിരിക്കും, നമ്മൾ ചിലപ്പം എന്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തളർന്നു പോയെന്നിരിക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ദൈവത്തിൻ്റെ വചനം സ്പ്രെഡ് ചെയ്യും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവത്തിൻ്റെ വചനം വ്യാപരിക്കുമെന്ന് പറ. ദൈവത്തിന്റെ വചനം പലപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നല്ലൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എപ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു കൂട്ടു സഹോദരനോ സഹോദരിക്കോ വേണ്ടി നിങ്ങളെപ്പോഴും ഈ 2 പ്രാർത്ഥന നിങ്ങളുടെ ആവശ്യമാണ്. 2 പ്രാർത്ഥന വേണം. ഒന്ന്, നിങ്ങൾക്ക് നല്ലൊരു കൂട്ടായ്മ, കർത്താവ് എന്നെ വിശ്വാസത്തിൽ വളർത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയിലേക്ക് എന്നെ കൊണ്ടുപോകണം.
രണ്ടാമത്തെ പ്രാർത്ഥന, എനിക്ക് വിശ്വാസത്തിൽ നല്ല കൂട്ടുകാരെ തരണം. എന്തിനാണ് ഞാനിത് പറയുന്നറിയാവോ? നിങ്ങൾ ചിലപ്പോൾ തളർന്നു പോകുമ്പോൾ, നമ്മൾ ചിലപ്പോൾ മടുത്തു പോകുമ്പോൾ, നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോൾ, പലതും കേൾക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും വചനം നമ്മൾ വിശ്വസിക്കുമെങ്കിലും തെസ്സലോനിക്കയിലെ ആൾക്കാർക്കൊരു പ്രത്യേകത ഉണ്ട്. അവർ ചിലപ്പോൾ ഒന്നിച്ചു നിന്നു. ചിലപ്പോൾ 2-3 പേരെ കാണത്തുള്ളായിരിക്കും. വന്ന് വലിയൊരു കൂട്ടത്തെ ഇളക്കി. പക്ഷേ എതിർത്തപ്പോഴും കുറച്ച് ആൾക്കാർ ചേർന്ന് നിന്നു. ഇല്ല, അന്ന് പൗലോസ് പറഞ്ഞ വചനമുണ്ടല്ലോ, അവർ തമ്മിൽ ബലപ്പെടുത്തി കാണും. അയൽവക്കത്തെ ചേച്ചി പറയാം, പൗലോസും ഇല്ല, ചീലാസും ഇല്ല, അപ്പൊലോസും ഇല്ല, ആരുമില്ല. നമുക്ക് കാണാം, അയൽവക്കത്തെ ചേച്ചി പറയും, ഇല്ല, ആ പൗലോസ് പറഞ്ഞ വചനം കേട്ടായിരുന്നു, യേശു ഉയർത്തു, ഇന്നും ജീവിക്കുന്നുണ്ട്. കർത്താവ് നിനക്ക് വേണ്ടിയാണ് കഷ്ടം അനുഭവിച്ചത്, നിനക്ക് വേണ്ടിയാണ് യേശു തകർക്കപ്പെട്ടത്, നിനക്ക് വേണ്ടിയാണ്, നിന്റെ കുടുംബത്തിന് വേണ്ടിയാണ്, നീ നിത്യജീവൻ അനുഭവിക്കേണ്ടതിന്, നീ സൗഖ്യമാകേണ്ടതിന്, നീ അത്ഭുതമാകേണ്ടതിന് കർത്താവ് നിനക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അവർ ബലപ്പെടുത്തി. അതാണ് ദൈവത്തിൻ്റെ വചനം അവരിൽ വ്യാപരിച്ചു കൊണ്ടേയിരുന്നു. കണ്ടോ? അതായത് അവർ അത്രയും പ്രശ്നം നിൽക്കുമ്പോഴും, അവർക്കൊരു ഇടയൻ ചൊവ്വേനേരം ഇല്ലാത്തപ്പോഴും അവർ തമ്മിൽ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് പൗലോസിന് വലിയ അതിശയമായി പോയി. തെസ്സലോനിക്ക സഭക്കാരോട് പറയുകയാണ്, നിങ്ങൾ മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്ന ദൈവവചനമായിട്ട്. 1 തെസ്സലോനിക്ക ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, സാക്ഷാലാകുന്ന ദൈവവചനമായിട്ട് കൈക്കൊണ്ടു. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ സമയത്ത് എല്ലാവരും, ഇന്ന് അല്പമേ കേട്ടുള്ളൂ, ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് നമുക്ക് വചനം കേൾക്കാൻ നമ്മൾ മെനക്കെടണം കേട്ടോ. സമയം കണ്ടെത്തണം. സമയം കണ്ടെത്തുക മാത്രമല്ല, നല്ല കൂട്ടായ്മയ്ക്ക് വേണ്ടി എപ്പോഴും കൂട്ടായ്മ നമ്മളെ വളർത്തുന്നതുകൊണ്ട് തളർത്തുന്നതുകൊണ്ട്. നിങ്ങളെ ലോകപരമായിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസത്തിൽ തളർന്നിരിക്കുമ്പോൾ സഹോദര, കർത്താവ് പ്രവർത്തിക്കും, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് ബലപ്പെടുത്തുവാൻ ഒരു കൂട്ടായ്മയും കൂട്ടു സഹോദരനും നമുക്ക് ആവശ്യമാണ്. അത് വലിയ ഘടകം തന്നെയാണ്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞ തെസ്സലോനിക്ക സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ആ കേട്ടവരാണ് പിന്നീട് വിശ്വാസികളായി മാറിയത്. അവരെന്ത് ചെയ്തു? പരസ്പരം കർത്താവിൽ അവർ വളർന്നു. പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന വചനം നിങ്ങളിൽ വ്യാപരിക്കും. ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ പറയണം, കർത്താവേ, ദൈവത്തിൻ്റെ വചനം പറയണം. എപ്പോഴും പറയണം, ആകാശം മാറിയാലും ഭൂമി മാറിയാലും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ വചനം മാറത്തില്ല. എൻ്റെ വിഷയങ്ങൾ മാറിയിരിക്കും. നിങ്ങൾ സ്വയം ഒന്ന് ബോൾഡായിക്കേ. ഈ നമ്മൾ പലപ്പോഴും ശരിയാ തളർന്നു പോകാറുണ്ട്, ക്ഷീണിച്ച് മടുത്തു പോകാറുണ്ട്. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, കർത്താവായ യേശു നിങ്ങൾക്ക് വേണ്ടി ജീവനോടെ ഉണ്ട് കേട്ടോ. ആ ദൈവം പ്രവർത്തിക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, സ്വർഗത്തിലും ഭൂമിയിലും നാഥനായുള്ള കർത്താവേ, ഞങ്ങളങ്ങേ വിശ്വസിക്കുന്നപ്പാ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നപ്പാ. ഇന്ന് എൻ്റെ കൂടെ എല്ലാവരും ഒന്ന് വിശ്വസിച്ച് കർത്താവ് ഈശോ രോഗത്താൽ ഭാരപ്പെടുന്നവരുടെ സ്ക്രീനെ നോക്കിയിട്ട് പറഞ്ഞ്, കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചതാ, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്നവനുമായ എൻ്റെ ദൈവം. അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ രോഗത്തെയും നമ്മൾ കേട്ട ഇന്നലെയൊക്കെ നമ്മൾ അത്ഭുതകരം 18 വർഷമായിട്ട് രോഗിയായിട്ടിരുന്ന ആ സഹോദരയുടെ സാക്ഷ്യം നമ്മൾ കേൾക്കാൻ ഇടയായിത്തീർന്നു. പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്തു. അത്ര ഉണ്ടായിരുന്ന ജോയിൻ്റ് പെയിൻ, ഷുഗർ നിമിത്തം ഉണ്ടായ ജോയിൻ്റ് പെയിനുകൾ 18 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. 18 വർഷം എന്ന് പറഞ്ഞാൽ നിലച്ചു നോക്കി, 18 വർഷമായി ട്രീറ്റ്മെൻറ്റിൽ. അതിനുശേഷമുള്ള രോഗം ഡോക്ടർ പറഞ്ഞു, ഈ ഷുഗർ എന്ന് മാറുന്നു അന്നേ വേദന മാറത്തുള്ളൂ എന്ന് കട്ടായം പറഞ്ഞു. പക്ഷേ കർത്താവ് അവിടെ 18 വർഷമായിട്ട് നോർമലായി ആ സന്ധിവേദനകൾ മുഴുവനും യേശു സൗഖ്യമാക്കി. എൻ്റെ രോഗത്തെയും എൻ്റെ വേദനകളെയും യേശു വഹിച്ചു. കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് എൻ്റെ ദൈവം ആരാ? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന എൻ്റെ ദൈവം. അത് തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാവരും പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ. രോഗികളായി ഭാരപ്പെടുന്നവർ ഈ സ്ക്രീനിൽ കാണുന്ന വചനം നോക്കി പറഞ്ഞുകൊണ്ടേയിരുന്നേ, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ രോഗത്തെയും എൻ്റെ വേദനയും യേശു ക്രൂശിൽ വഹിച്ചതാ. കർത്താവ് അനുഭവിച്ചതാ യേശു. കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നു. കർത്താവിനാൽ എനിക്ക് അത്ഭുതമുണ്ട്. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് ആ ദൈവം ശക്തനാണ്. യേശുവെ നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ.
വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ. ഈ സമയത്ത് എല്ലാവരും, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരായിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ ഞാനിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്, ശ്രദ്ധിച്ചോണേ. നിങ്ങൾ ചിന്തിക്കരുത് അവസാനം ബ്രദർ എനിക്കൊരു വിഷയമുണ്ടെന്ന് പറയുന്നതോട് ഞാൻ പറയുകയാണ്. നിങ്ങൾ വിഷയം പറയുന്നതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടോ അല്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ശ്രദ്ധിച്ചു നോക്കണം. എക്സ്ട്രാ പ്രാർത്ഥിക്കുന്നതും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും എല്ലാം ഒരേപോലെ തന്നെയാണ്. നിങ്ങൾ അതിനുവേണ്ടി ഈ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിനകത്ത് നിങ്ങളുടെ വിഷയമുണ്ട്, നിങ്ങൾ എടുത്തു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗീയ നല്ല പിതാവേ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പല പ്രശ്നത്തിൻ്റെ ഉത്തരം കടന്നു പോകുന്നവരുണ്ട്, തകർച്ചയിലൂടെ കടന്നു പോകുന്നവരുണ്ട്, രോഗത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, സമാധാനമില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്, പരീക്ഷയുടെ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്. കർത്താവേ, ഇന്ന് ഒരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് ഈ ഇത്രയും പേര് 557 പേര് ഒരുമിച്ച് ഞങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിനക്ക് വരുത്തത്തില്ല, ഒരു ദോഷവും നിനക്ക് വരുത്തത്തില്ല, ഒരനർത്ഥവും നിനക്ക് വരത്തില്ല, ഒരു ബാധയും നിങ്ങളുടെ കൂടാരത്തിൽ അടുക്കത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, പ്രവീൺ എന്ന് പറയുന്ന ഒരു മകനെ കർത്താവ് തൊടുന്നായിട്ട് പറയുന്നു. പ്രവീണിനെ ദൈവം തൊടുകയാണ്. പ്രവീണിൻ്റെ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ഇന്ന് ദൈവം അയക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. ഇന്ന് സൂമിലോ ലൈവിലായിക്കോട്ടെ, ആ കുടുംബം ഏറ്റെടുത്തോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആ മകനെ ഇന്ന് അനുഗ്രഹിക്കുന്നപ്പോൾ അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ ദൈവപ്രവൃത്തി അവിടെ വ്യാപരിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിൻ്റെ ശക്തി ഞങ്ങളെ കുടുംബത്തിൻ്റെ മേൽ അയക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുതകരമായ പ്രവൃത്തി അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒരു നിമിഷം കൂടെ പറയുകയാണ്, ഞാൻ എല്ലാവരും കൂടെ വന്നപ്പോൾ ഒന്ന് പറയുക. നമ്മൾ ഈ ദിവസങ്ങളിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ പ്രയറിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ മുതൽ പറയുന്നതാണ്. നമ്മുടെ 2 മാസം മുമ്പേ നമ്മൾ അന്യഭാഷാ പ്രാർത്ഥന നമ്മുടെ ഈ വരാൻ പോകുന്ന പ്രാർത്ഥനകൾക്ക് വേണ്ടി ക്രമീകരിക്കുന്നുണ്ട്. അന്യഭാഷാ വരം ലഭിച്ചവർ, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ, നിങ്ങളുടെ ഗ്രൂപ്പിൽ നമുക്കിപ്പോൾ മെസ്സേജ് വരും, അതിൻ്റെ ലിങ്കുകൾ വരും. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് പങ്കെടുക്കുക. സമയം ഡീറ്റെയിൽസുകളൊക്കെ പറയുന്നതായിരിക്കും. എല്ലാ ദിവസവും കുറച്ച് നേരം അതിനു വേണ്ടി മാറ്റി വെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആഗ്രഹമുള്ളവർ അതിൽ പങ്കുചേരുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി. ഞാൻ ഈ സോപ്പിൻ്റെ, നമ്മൾ സോപ്പ് പെട്ടി എന്ന് പറയത്തില്ല, ഈ സോപ്പ് പെട്ടി വീടിൻ്റെ ഹോളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കും. സാധാരണ നമ്മൾ ആ ഹോളിൽ കൊണ്ടാലും സോപ്പ് പെട്ടി വെക്കത്തില്ല. പക്ഷേ ആ സോപ്പ് പെട്ടി അത് ഉപയോഗിക്കുന്നതാണോ അല്ലോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു സോപ്പ് പെട്ടി ഹോളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അടയാളമാണ് ആ ഭവനത്തെ. സോപ്പുട്ടിക്ക് പ്രത്യേകം എന്നുള്ളതല്ല, ആ ഒരു അടയാളത്തെ കർത്താവ് കാണിക്കണം. ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ഇന്ന് അയക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് അങ്ങയുടെ പറഞ്ഞു സിസ്റ്ററെ. ഹാളില് സോപ്പ് പെട്ടിയുണ്ട്, സോപ്പ് ഉണ്ട്, ഉപയോഗിക്കണ തന്നെയാണ്. അതെന്നെ സിസ്റ്റർ ഹോളി കൊണ്ടുവച്ചത് എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ആ വീടാണ് കണ്ടത്, അതാണ് ചോദിച്ചത്. വാഷ് ബേസിൻ ഞങ്ങൾ റെന്റിനാണ്. വാഷ് ബേസിൻ ഉള്ളത് ഈ ഹോളിൽ തന്നെയാണ്, ഒരു കോർണറിൽ. ഹോളിലായിരിക്കും അല്ലേ? ഓ കർത്താവ് എത്രത്തോളം കാണുന്നു കേട്ടോ. ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഹോളിൻ്റെ അകത്തായിരിക്കുന്നത്. അതായത് ഞാൻ ചോദിച്ചതെടുത്ത് ഹോളിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സോപ്പൂട്ടി വെച്ചേക്കുന്ന ഒരു ഭവനം കർത്താവിനെ കാണിച്ചിട്ട് ഇന്ന് ദൈവത്തിൻ്റെ വലിയൊരു വിടുതൽ അവകാശങ്ങൾ ദൈവം തരാൻ വേണ്ടി പോവുക. ഇന്ന് ഞങ്ങൾ വാടകയ്ക്കായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, ഇന്ന് കേട്ട വചനത്തിൻ്റെ സാക്ഷിയാക്കി ദൈവം നിങ്ങളെ നിർത്തും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ വേർതിരിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവെ ഞങ്ങളുടെ വലിയ മഹത്വം. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു വീടിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ട് ഈ കപ്പളങ്ങയുടെ കപ്പളം അറിയാമല്ലോ, നിങ്ങളുടെ നാട്ടിലേക്ക് അറിയത്തില്ല, കപ്പളങ്ങ പപ്പായ എന്നൊക്കെ പറയും. അത് വീടിൻ്റെ അകത്തുനിന്ന് ഒരാൾ പുറത്തിറങ്ങിയാൽ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ വീടിൻ്റെ പക്ഷേ പുറത്തോട്ടിറങ്ങിയാലേ ആ കപ്പളം കാണാൻ കഴിയത്തുള്ളൂ. അതായത് ജസ്റ്റ് ആ സ്റ്റെപ്പയിലോട്ട് വന്നാൽ കാണത്തില്ല. സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു ഭവനത്തെ കർത്താവ് ഞാൻ കാണുന്നതാണ്. ഞാൻ ഈ പറയുന്നത് ഭവനത്തെ കാണുന്നത്, ഞാൻ ആ ഭവനത്തെ കാണുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടാണത്. എന്നോട് കർത്താവ്
ആ ഒരു ഭവനത്തിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ തലമുറകളെ ദൈവം പട്ടണത്തിലും ദേശത്തിലും സാക്ഷ്യമാക്കി മാറ്റുമെന്ന് പറയുന്നു. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്താൽ ഞാൻ കാണുന്നൊരു കാഴ്ച, ആ സർട്ടിഫിക്കറ്റുകളുടെ മേൽ ദൈവം ഒരു അനുഗ്രഹത്തെ ചൊരിയാൻ വേണ്ടി പോകുന്നത് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ അതാരാന്ന് വെച്ച് ഏറ്റെടുത്തോണം. തലമുറകളെ ദൈവം മാനിക്കാൻ വേണ്ടി പോവാണ്. ദൈവത്താൽ ഒരു മാന്യത വരാൻ വേണ്ടി പോകുന്നു. എന്റെ വീട്ടില് അടുക്കളയിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വരുന്ന ഇടത്തോട്ട് തിരിഞ്ഞ ഒരു പപ്പായ നിപ്പുണ്ട്. ഏറ്റെടുത്ത ദുഷ്ട കർത്താവ് എന്നതിൻ്റെ വലിയൊരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഞാൻ അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്ന ഒരു സ്ക്രീനെ നോക്കിക്കൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നോണം. ഇന്ന് നിങ്ങളുടെ മേലെ രോഗത്തിൻ്റെ മേൽ, വേദനകളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം നിങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. അത്ഭുതകരമായ വിടുതലുകളെ നിങ്ങൾ കാണാൻ വേണ്ടി പോവാണ്, അനുഭവിക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ പഞ്ചായത്തിൻ്റെ ഈ ഗ്രാമപഞ്ചായത്ത് എന്ന് എഴുതി വച്ചിരിക്കുന്ന അത്രയും ഒരു പേപ്പർ അത് ചുരുട്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ബാഗിൻ്റെ അകത്തിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. റബ്ബർ ബാൻഡ് ഇട്ടേക്കുവാണത് ഒരു ചുരുട്ടി, അതായത് വട്ടത്തിൽ ചുരുട്ടിയിട്ട്, അതായത് റൗണ്ടിൽ ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അതിങ്ങനെ ബാഗിൻ്റെ അകത്തിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നു. ഒരു സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഒരു വാക്തത്വം നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ കർത്താവ് പറയുകയാണെന്ന്, ദൈവത്താൽ വാക്തത്വങ്ങൾ നിങ്ങൾ അവകാശമാക്കാൻ വേണ്ടി പോവാണ്. ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രവൃത്തിയെ ദൈവം ഇന്ന് ചെയ്യുവാൻ വേണ്ടി പോവാണ്. അതോടൊപ്പം തന്നെ ദൈവം പറയുന്നു, ഒരു സൈമൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ ദൈവം തൊടുന്നു. ഈ സൈമണ് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു മോളെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. സൈമൻ്റെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് അവിടെ ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളിന്ന് പ്രാർത്ഥിച്ചു റിലീസ് ചെയ്യുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ ഏൽപ്പിക്കുന്നപ്പോൾ ഞാനതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു വൃന്ദ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിക്കും. വൃന്ദ, ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഞാൻ വൃന്ദനെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വൃന്ദയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ കുടുംബത്തോട് പറയണം, ഈ വലിയൊരു കുരുക്കിൻ്റെ അകത്തുനിന്നും ദൈവം ആ കുടുംബത്തെ രക്ഷിക്കുവാൻ ദൈവം ശക്തനാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ഇന്ന് അവിടെ ചൊരിയുന്നല്ലോ യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു കാഴ്ച കാണുന്നൊരു കാഴ്ച, വീടിൻ്റെ ഒരു കോണ്, അതായത് വീടിൻ്റെ ഒരു കോണ് വശത്തായിട്ട് ഒരു ബാക്ക് വശത്തായിട്ട് ഒരു പറമ്പാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആ പറമ്പിൻ്റെ അപ്പുറം അതോടൊപ്പം തന്നെ ഈ ആ ഒരു പറമ്പിൻ്റെ, അതായത് ഏറ്റവും എൻഡിൽ ഒരു ഭവനം, 2 നില വീട്. ആ ഭവനത്തിൻ്റെ, അതായത് ബാക്ക് വശത്ത് ഒരു കോർണറിൽ ഏറ്റവും ബാക്കിൽ ഒരു 2 നില വീട് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും ആ ഭവനത്തിലോട്ട് ജനൽ വഴി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, പലപ്പോഴും എനിക്കറിയത്തില്ല, ആ വീട്ടിലോട്ട് നോക്കിക്കൊണ്ടിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പോലൊരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ തമ്പുരാൻ പറയുന്ന ആ വീടുമായിട്ട് ബന്ധപ്പെടുത്തി അവിടെ കർത്താവിൻ്റെ ഒരു സാക്ഷിയാക്കി ദൈവം നിങ്ങളെ നിർത്താൻ വേണ്ടി പോകണം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ വേണ്ടി പോകുമെന്ന് കർത്താവ് പറയുന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ബ്ലസ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് അനേകരെ യേശുവിലേക്ക് അത്ഭുത സാക്ഷ്യമാക്കുന്ന ഒരു അഭിഷേകം നിങ്ങളിലേക്ക് പകരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധാത്മാവെ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഈ കഥകളിയുടെ ഒരു ചിത്രമുണ്ടല്ലോ, അതേപോലത്തെ ഒരു പ്രതിമ, അതിൻ്റെ രൂപം, പ്രതിമ എന്ന് പറഞ്ഞാൽ ഞാനത് രൂപമായിട്ടാണ് കാണുന്നത്. അങ്ങനത്തെ ഒരു രൂപം ഷെൽഫിൽ, അത് കഥകളി എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈപ്പ് നമ്മുടെ കേരള തനിമയുടെയൊക്കെ വരുന്ന ഒരു രൂപം ഷെൽഫിൽ വെച്ചിരിക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, ഒരു 12 വർഷമായിട്ട് ആ കുടുംബത്തിൻ്റെ അകത്ത് ഇങ്ങനെ കാണുന്നൊരു കാഴ്ചയാണ്, ദർശനമാണ്. മാറാല പോലെ കിടക്കുന്നത് പോലെ കുറേ കാലങ്ങളായിട്ട് മൂടിക്കടന്നതിനെ
കർത്താവ് ഇന്ന് തുറന്നെടുക്കാൻ വേണ്ടി പോവുക. എന്നിട്ട് ഇങ്ങനെ ഒരു വാക്ക് ദൈവം പറയുകയാണ്, വലിയൊരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷത്തെ കർത്താവ് ഇന്ന് ആ കുടുംബത്തിൻ്റെ മേൽ ചെയ്യുവാൻ വേണ്ടി പോകുവാന്നു എന്നൊരു വാക്ക് ദൈവം പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവ് അതങ്ങനെ ചെയ്യുന്നതിന് സ്തുതിക്കുന്നപ്പാ. വലിയ പ്രവൃത്തികളാൽ കർത്താവ് അത് ചെയ്യുന്നല്ലപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഓരോ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, എന്നെ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവത്താലുള്ള അധികാരത്തെ ഞങ്ങളിന്ന് തുറന്നു വിടുന്നപ്പാ. ദൈവത്താലുള്ള അധികാരത്തെ ഞങ്ങൾ തുറന്നു വിടുന്നപ്പാ. ദൈവത്താലുള്ള അനുഗ്രഹത്തെ ഞങ്ങൾ തുറന്നു വിടുന്നപ്പാ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികളെ അവിടെ റിലീസ് ചെയ്യുന്നു. ഇന്ന് തന്നെ കർത്താവെ, കാണത്തക്കവണ്ണം കർത്താവിൻ്റെ പ്രവൃത്തി ആ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെടുന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ കൈയെടുത്ത് വെച്ച് എന്നിട്ട് യേശു ഈ വാക്കിനെടുത്ത് പറയും, എൻ്റെ രോഗത്തെയും എൻ്റെ വേദനകളെയും കർത്താവ് ക്രൂശിൽ ചുമന്നിരിക്കുന്നു. നോക്കിക്കേ, സ്ക്രീനെ നോക്കിയിട്ട് പറഞ്ഞ്, യേശു കർത്താവ് എൻ്റെ രോഗത്തെയും എൻ്റെ വേദനയും ക്രൂശിൽ അനുഭവിച്ചു. ഇനി ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നു. രണ്ട് കാര്യം മറക്കരുത്. യേശു അനുഭവിച്ചു, എനിക്ക് സൗഖ്യം വന്നു. യേശു അനുഭവിച്ചു, എനിക്ക് സൗഖ്യം വന്നു. എൻ്റെ രോഗം യേശു അനുഭവിച്ചു, എൻ്റെ വേദന യേശു അനുഭവിച്ചു. കർത്താവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നന്ദി കർത്താവ്. യേശുവിന് എന്നിട്ട് പറയണം, മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവം. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന എൻ്റെ ദൈവം. മറന്നുപോലെ ഏത് പ്രശ്നത്തിലാണോ നിങ്ങൾ കടന്നു പോകുന്ന വ്യക്തിയാണോ പറയണം, എൻ്റെ ദൈവം മരിച്ചതിനെ ഉയർപ്പിക്കുന്ന എൻ്റെ ദൈവമാണ്. മരിച്ച ഡെഡ് ബോഡീനെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുന്ന ദൈവമാണ്. കർത്താവ്, ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കൈ എടുക്കുമ്പോൾ തന്നെ ഏതെങ്കിലും വ്യക്തി രോഗികളായിട്ട് ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കൈ അവിടെ വെച്ച് യേശുവിന് ഇന്ന് കൈ എടുക്കുമ്പോൾ ആ വേദന അവിടെ നിന്ന് മാറിയിരിക്കുന്നു. കർത്താവ് അത്ഭുതം അവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ, ദൈവിക ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. ഈ സമയം ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിധ വ്യക്തിപരമായിട്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് മറുപടികൾ അയക്കുന്നതിന് പരിമിതിയുണ്ട്. കാര്യം ഒത്തിരി മെസ്സേജുകൾ വരുന്നതുകൊണ്ട് ചിലപ്പോൾ കാണുന്നത് ലേറ്റായിട്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, കർത്താവിൻ്റെ വയലിലാണ് വിതച്ചിരിക്കുന്നത്. വിതയ്ക്കുന്നവൻ കൊയ്യുക തന്നെ ചെയ്യും. ദൈവനാമത്തിൽ വിതച്ചത് അനേക ആത്മാക്കളുടെ അനുഗ്രഹത്തിനായി, അവരുടെ സുവിശേഷ പ്രഘോഷണത്തിനായി, ലോകം മുഴുവനും സുവിശേഷത്തിനായി കർത്താവ് നിങ്ങളുടെ വിധയെ ഉപയോഗിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നന്മയും കുറയത്തില്ല. ജോലി ആയിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ അധ്വാനം നിങ്ങൾ തന്നെ ഭക്ഷിക്കും. ഒറ്റ രൂപ നഷ്ടപ്പെട്ടു പോകത്തില്ല. വർധനവുണ്ടാകും, ഉയർച്ചയുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷി പറയാനുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മിനിറ്റ്, ഞാൻ മ്യൂട്ട് മാറ്റിയിട്ടില്ല. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം പറഞ്ഞാട്ടെ. ഈ സമയത്ത് പ്രയർ റിക്വസ്റ്റുകൾ പറയരുത്. കാര്യം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. പറഞ്ഞു. ഒരു സെക്കൻഡ് പറഞ്ഞു. കഥകളി എന്ന് പറഞ്ഞേ ഷെൽഫിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞത് അത് ഞാൻ. ഒരു മിനിറ്റ് സിസ്റ്റർ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ കേട്ടില്ല. ഒന്നുകൂടെ പറഞ്ഞ സിസ്റ്ററെ. ഹലോ, ഒരു മിനിറ്റ്. ആ സിസ്റ്റർ പറഞ്ഞത് ആ കഥകളിയുടെ പറഞ്ഞു. ഒരു മിനിറ്റ് സിസ്റ്റർ. ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ ഇവിടെ ക്ലിയർ ആകത്തില്ല. പറഞ്ഞു സിസ്റ്ററെ. കഥകളിയുടെ ഒരു രൂപം ഷെൽഫിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞത് എൻ്റെ വീടാ. ഈ പറഞ്ഞ സിസ്റ്ററെ, 12 വർഷമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കയറി കൂടിയതിനെ കർത്താവ് ഇന്ന് മാറ്റുവാന്ന് പറഞ്ഞു കേട്ടോ. ഇതിപ്പോ ഷെൽഫിൽ ഇരിപ്പുണ്ടോ ഈ പറഞ്ഞ രൂപം? ആ രൂപത്തിന്റെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. ആ രൂപത്തിന്റെ പ്രശ്നമല്ല, ഞാൻ കാണുന്നതാണ് നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല, നിങ്ങളുടെ വീട് എങ്ങനെ ഇരിക്കുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ കാണുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി, നിങ്ങൾക്കത് നിങ്ങളെ അറിയാൻ വേണ്ടി ചിലപ്പം ഒരേ അടയാളം ഒരേപോലെ വന്നെന്നിരിക്കും.
അപ്പം നിങ്ങൾക്ക് അത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അത് ഏറ്റെടുത്തോണം. 12 വർഷമായിട്ടുണ്ടായിരുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവ് പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം അവിടെ വന്നിരിക്കുന്നു. ഏറ്റെടുത്താട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള, അതായത് ഞാൻ ഇന്നിവിടെ പറഞ്ഞതുപോലെ ഒരേ അടയാളം നടക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദർ. ഹലോ. പറഞ്ഞു. വീട്ടിന്റെ ബാക്കില് ഇറങ്ങുമ്പോ ചെറിയ പറമ്പ് കാണുന്നെന്ന് പറഞ്ഞില്ലേ ബ്രദർ? ഹലോ. അത് ബ്രദർ അതിന്റെ ആ ബാക്ക് സൈഡിൽ തന്നെ ബ്രദർ, ആ പറമ്പിന്റെ ബാക്കിലായിട്ട് പിന്നെ 2 നില വീട് പറഞ്ഞത് സിസ്റ്ററുടെ വീടിന്റെ പുറവശമാണോ അത്? അതെ അതെ. ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം. എന്റെ ഭർത്താവിന്റെ അനിയന്റെ വീടാണ്. നമ്മളെ കുടുംബ വീടാണ് അത്. അവിടെ അനിയന്റെ വീടാണ് അവിടെ വച്ചിരിക്കുന്ന 2 നില വീട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കും കേട്ടോ. ആ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ, വിടുവിക്കുവാൻ ദൈവം സിസ്റ്ററെ ഉപയോഗിക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു. പക്ഷേ ഞാൻ പാസ്റ്റർ പറഞ്ഞില്ലായിരുന്നു സൈമന്റെ മകള്, അത് എന്റെ മകളാണ്. സൈമൺ എന്ന് പറയുന്ന ആള് മരിച്ചുപോയി. സൈമന്റെ മകളാണ്. എന്താണ് വ്യക്തമായിട്ട്? സൈമണിന്റെ മോളെ കർത്താവ്, ഒരു മിനിറ്റ്, ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തേ. സൈമണിന്റെ മകളെ കർത്താവ് തൊടുകയെന്ന് പറഞ്ഞത് അവളുടെ ഭാവിയെ ഇന്ന് കർത്താവ് തൊടുവാണ്. ആ ഭാവിയിൽ തടസ്സമായി നിന്നതിനെയൊക്കെയും ദൈവം എടുത്തു മാറ്റി അനുഗ്രഹത്തിൻ്റെ ഭാവിയെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ്. അത് ഏറ്റെടുത്തോണം. മോൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. ദൈവത്താലുള്ള വാതിലുകളെ തുറക്കാൻ വേണ്ടി പോവുക കേട്ടോ. ദൈവം അത് സാക്ഷിയാക്കും. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ഇത് പറയാനുണ്ടായിരുന്നു. പറഞ്ഞു. ഇപ്പം പറഞ്ഞായിരുന്നല്ലോ, പ്രവീണിന്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. പ്രവീൺ ഒക്കെ അത് എൻ്റെ ചർച്ച് മെമ്പറാണ്. ഹസ്ബൻഡ് വൈഫ് ജോലിയില്ലാതിരിക്കുന്നു. 4 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഈ സഹോദരി ഒത്തിരി ദൈവവചനം കേൾക്കാനൊക്കെ താല്പര്യമുള്ള ഒരു സഹോദരിയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഒരു കുഞ്ഞിന് ഒത്തിരി അലർജി ആയിട്ട് ഫുഡ് ഒന്നും കൊടുക്കാൻ മേലാത്ത അവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ കണ്ടാൽ ഞാൻ ആദ്യപരമായിട്ട് കണക്ഷൻ വന്നത്. ആ കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രവീണാണെങ്കിൽ IT മാനേജറൊക്കെയാണ്. പക്ഷേ ജോലി ലോസ്റ്റായിട്ട് കുറച്ച് ദിവസം മാസങ്ങളായി. 2 പേരും ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്ന ബ്രദർ പറഞ്ഞത് പ്രൊഫസി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. തീർച്ചയായിട്ടും മിസ്റ്റർ കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവിടെ കാണാനും അനുഭവിക്കുവാനും ഒക്കെയും ദൈവം ഇടയാക്കിത്തീരും. അവർക്ക് വേണ്ടി പ്രാർത്ഥികളോട് പറയണം. കർത്താവ് ഇടപെട്ടതാണ്, ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. പറഞ്ഞു. ഇവിടെ 2 നില വീട് പറഞ്ഞില്ലായിരുന്നു? അതെന്റെ വീടാണ്. ഞാനത് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ പൂർത്തീകരണം ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു. ഇപ്പൊ വീട് പണിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അറിയാത്തരത്തിൽ 2 നില വീട് കർത്താവ് എനിക്ക് തന്നതാണ്. അപ്പം അത് വലിയ പോരാട്ടമായിരുന്നു. പക്ഷെ അത് എനിക്ക് വയ്യാതൊക്കെ വന്നായിരുന്നു. ദൈവം അതിനെ പിന്നെ അത് പണിയുന്ന എന്നെ കാണിക്കുന്നു. പാസ്റ്റർ അത് വചനത്തിൽ എന്നെ കാണിച്ചതിന് നന്ദി പറയും. ദൈവം തീർച്ചയായിട്ടും ബ്രദർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോണം. കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ബ്രദറെ, ഇന്നലെ ബ്രദർ പറഞ്ഞില്ലായിരുന്നോ ഈ എൽദോയുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു, 2 തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്നു. അത് എന്റെ ബ്രദറിന്റെ കുടുംബാണ്. കുറെ വിഷയങ്ങളിലൂടെ കടന്നു. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചോണം. കർത്താവ് ഇടപെട്ടതാണ്. നിങ്ങളുടെ പ്രാർത്ഥന അവരുടെ ജീവിതത്തെ വലിയൊരു അനുഗ്രഹത്തിലേക്ക് കർത്താവ് കൊണ്ടുപോകും കേട്ടോ. എന്റെ ആങ്ങളുടെ വൈഫിന് യൂട്രസില് ഒരു പ്രശ്നമൊക്കെ ആയിട്ട് സർജറി വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. അതുപോലെ അവരുടെ ആങ്ങളുടെ മകനാണെങ്കിലും ബ്ലഡ് ശരീരത്തിൽ കൂടുതലാണ്. പിന്നെ ആങ്ങളൊക്കെയാണെങ്കിലും പുറമെല്ലാം വേദനയായിട്ട് തിരുമ്മിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവാണ്. അവർക്ക് വിശ്വാസത്തിലാണെങ്കിലും അവരത്രയ്ക്ക് അങ്ങ് ഒരു പ്രാർത്ഥനയിലേക്ക് അത്രയ്ക്ക് ആയിട്ടില്ല. അവരെ ബലപ്പെടുത്തണം സിസ്റ്ററെ, അവരോട് പറയണം. അപ്പം അവർക്ക് ബലമില്ലാതിരിക്കുമ്പോൾ നമ്മൾ അവരെ ബലപ്പെടുത്തണം. കർത്താവിലുള്ള പ്രതീക്ഷ അവർക്ക് കൊടുക്കണം. ദൈവം അവർക്ക് വേണ്ടി ചെയ്യുമെന്ന് അവരെ ബലപ്പെടുത്തണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു ഓമ നിൽക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അത് എന്റെ വീടാണ്. എന്റെ മക്കളുടെ റിലേറ്റഡ് ആയിട്ടാണ് സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കുന്നത്.
ഏറ്റെടുത്ത് സിസ്റ്ററെ, കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞില്ലേ ജനലിൽ കൂടെ നോക്കുമ്പോൾ 2 നില കെട്ടിടം വീടിന്റെ പുറകിലായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി സാക്ഷ്യം. ഞങ്ങളുടെ വസ്തുവിന്റെ ഒരു കേസുമായിട്ട് അയാള് ഞങ്ങളുടെ പേരിൽ കേസ് കൊടുത്ത് ഞങ്ങൾക്ക് പ്രശ്നം, കാരണം നമ്മുടെ സ്ഥലം അയാളുടേതാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പാസ്റ്ററിനോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ ജനലിൽ കൂടെ നോക്കി ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവ് ഇവർക്ക് ഒരു തിരിച്ചറിവ് കൊടുക്കണമേ, ഞങ്ങളുടെ സ്ഥലമാണെന്നുള്ളത് അവർക്ക് ദൈവം ഒന്ന് മനസ്സിലാക്കി കൊടുക്കണമേ. ഈ കേസ് കൊടുത്തിട്ട് ഞങ്ങളിപ്പോൾ 11 വർഷമായി ഈ കേസുമായിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രയാസത്തിലും സങ്കടത്തിലുമാണ്. പക്ഷേ എന്നാലും ദൈവം ഒരു ദിവസം അത് സത്യമായിട്ട് തന്നെ അത് വെളിപ്പെടുത്തും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ജീവിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും സിസ്റ്റർ, അത് കർത്താവ് അത് സാക്ഷ്യമാക്കി മാറ്റും. ധൈര്യമായിട്ടിരുന്നോണം. ദൈവം അത് അത്ഭുതമാക്കി തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ഇടയായിത്തീരും കേട്ടോ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞു. ബ്രദർ, മോൻ സോബിന്റെ റിസൾട്ട് വന്നു. ഇന്ന് റിസൾട്ട് അറിഞ്ഞു. 68% മാർക്ക് കിട്ടി. ദൈവം അവനെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എന്നാലും ഞാൻ ബ്രദറിനോട് ഒരു പ്രേയറിന്റെ കാര്യം പറഞ്ഞായിരുന്നു, മോന്റെ പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് 2 പ്രാവശ്യം ഇത് ചെയ്തിട്ട് ലാസ്റ്റ് ചാൻസ് കിട്ടിയതായിരുന്നു. ഇന്ന് അവന്റെ റിസൾട്ട് വന്നു. അതുപോലെ തന്നെ ബിനു എന്ന് പറഞ്ഞ ഒരാൾക്ക് ഭവനം കൊടുത്ത് അനുഗ്രഹിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ബ്രദർ ഒരു ദിവസം പ്രയർ മധ്യേ പറഞ്ഞായിരുന്നു. അത് എൻ്റെ ഇവിടെ അടുത്തുള്ള ഒരു നെയ്ബറാണ്. അവർക്ക് പ്രയർ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അവര് ഭവനത്തിന്റെ ഇതിന് ഓഫർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം പേപ്പർ വർക്ക് നടത്തിയിരുന്നു. ആമേൻ. തീർച്ചയായിട്ടും പറയണം, കർത്താവ് അത് ബലപ്പെടുത്തും. ദൈവത്തിൻ്റെ ആലോചനയാണ്, അത് നടക്കും നിശ്ചയം. മോൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. പക്ഷേ കർത്താവ് അവന് വേണ്ടി പ്രവർത്തിച്ചു. 2 കാര്യങ്ങളാണ് ആലോചന ഇടപെട്ടത്. ദൈവം അത് സാക്ഷ്യമാക്കി മാറ്റി. നന്ദി കർത്താവേ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പിന്നെയും പ്രാർത്ഥിക്കുക. കർത്താവ് ഇനിയും അത്ഭുതങ്ങളാൽ നിറയ്ക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ബ്രദർ പറഞ്ഞില്ലായിരുന്നു ഹോളിലുണ്ടെന്ന്. ഞാൻ എടുത്തിരിക്കുന്നത് എന്റെ റൂമിൽ അങ്ങനെ തന്നെയാണ്. ഏറ്റെടുത്ത് സിസ്റ്റർ, കർത്താവ് അത് അനുഗ്രഹിക്കും കേട്ടോ. മറ്റാരെങ്കിലും ഉണ്ടോ? കേക്കാമോ? പറഞ്ഞു. എനിക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ജാനുവരി 8 തീയതി അമൃതയില് ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. സ്കാനിങ്ങിന്റെ ടൈം വൈകിട്ട് 6 മണിക്കാണ് കിട്ടിയത്. പക്ഷെ ഞാൻ 10:30 ആയപ്പോൾ പേയ്മെന്റ് എല്ലാം അടച്ച് അവിടെ നിന്ന് 10 മണിയായപ്പോഴും പേയ്മെന്റ് എല്ലാം അടച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് സഹായിക്കണമേ. കുറച്ച് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം എനിക്ക് 10:15 ആയപ്പോഴത്തേന് അപ്പോയിന്റ്മെന്റ്, VIP എടുക്കുന്ന റൂമിൽ അപ്പോയിന്റ്മെന്റ് എടുത്തു. അതുകൊണ്ട് അന്ന് തന്നെ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വരാൻ സാധിച്ചു. അന്നേരം ഞാൻ അന്നേരം പറഞ്ഞു, ഇത് എനിക്ക് 10:30 അപ്പോയിന്റ്മെന്റ് കിട്ടുവാൻ തീർച്ചയായിട്ടും ഞാൻ സാക്ഷ്യം പറയുമെന്ന്. അപ്പം അതൊന്ന് പറയാൻ വേണ്ടി ദൈവം ചെയ്തൊരു വലിയ മിറക്കിളാണ്. അല്ലെ 6 മണിക്ക് നമ്മുടെ പിന്നെ സ്കാനിങ് കഴിഞ്ഞാൽ പെൽവിക് MRI സ്കാനാണ്. ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അപ്പം അത് വൈകിട്ട് 6 മണിക്കായിരുന്നു എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയത്. ഞങ്ങൾ 1 മാസം മുമ്പേ ബുക്ക് ചെയ്തതാണ്. എന്നിട്ടും കിട്ടിയത് വൈകിട്ട് 6 മണിക്കാണ്. പക്ഷെ പ്രാർത്ഥിച്ചതും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അന്ന് പിന്നെ ബ്രദർ ഒരു പാട്ട് വെച്ചല്ലോ, പിന്നെ പരിശുദ്ധാത്മാവേ കൂടെ വരണം, കൂട്ടായിരിക്കണം എന്നൊക്കെ ഒരു ദിവസം പിന്നെ പാസ്റ്റർ ആ പാട്ട് കംപ്ലീറ്റ് ഇട്ടിരുന്നു. ഞാനത് കംപ്ലീറ്റ് ശ്രവിച്ചിരുന്നു. അതിനുശേഷം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുവാനാണ്. ഇപ്പം ആ പാട്ട് കേട്ടപ്പോൾ കുറച്ചുകൂടെ ബലമായി. അങ്ങനെ ഞാൻ ആ ഒരു സെക്കൻഡിൽ 10 മണിയായപ്പോഴ് പേയ്മെന്റ് അടച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് പരിശുദ്ധാത്മാവെ സഹായിക്കണമേ, എനിക്കൊരു 10:15 ആകുമ്പോഴത്തേന് അപ്പോയിന്റ്മെന്റ് തരണത്. അന്നേരം തന്നെ അപ്പോയിന്റ്മെന്റ് തന്നു. കാരണം ആദ്യത്തെ റൂമിൽ നമുക്ക് കിട്ടിയില്ല, VIP റൂമിൽ ദൈവം തമ്പുരാൻ തന്നെ ഒരുക്കി തന്നു. ഒരു വലിയ സാക്ഷ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും പ്രിയാൻ്റെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ചോദിച്ചാൽ അത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ മേൽ ദൈവം പ്രവർത്തിക്കും. കർത്താവ് നമ്മുടെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്ഭുതപരമായി ചെയ്യുന്ന ദൈവമാണ്. ദൈവത്തോട് ചോദിച്ചു, ദൈവം അത് ഒരുക്കി കൊടുത്തു. നന്ദി കർത്താവെ, അങ്ങ് തുടർന്ന വഴിക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ കിടക്കുകയായിരുന്നേ. അപ്പൊ ഹസ്ബൻഡ് വന്നു. അപ്പൊ അവർക്ക് ഫുഡ് വേണം പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് മയങ്ങി. പെട്ടെന്നൊന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ. നന്നായി മയങ്ങിയ സമയത്ത് പെട്ടെന്ന് എണീറ്റു. ആ എണീറ്റ സമയത്ത് എൻ്റെ കഴുത്തിന്റെ വലതുവശത്ത് വല്ലാത്തൊരു വേദന വന്നു. പിന്നെ എനിക്ക് ആ ഉറക്കം ശരിയായി വന്നില്ല. പിന്നെ ഫുഡ് കൊടുത്തു കഴിഞ്ഞ് പിന്നെയും ഞാൻ പോയി കിടന്നപ്പോഴും ആ വേദന കൂടുതൽ വന്നു.
ഒരു 1:45 2 മണിയാകുമ്പോൾ അങ്ങനെ കൂടുതലായി വന്ന് നെറ്റി, കവിൾ ഭാഗം, കഴുത്ത്, അങ്ങനെ ആ വലതുവശം കംപ്ലീറ്റ് അങ്ങനെ ആയിട്ട് വന്ന് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് എൻ്റെ കണ്ണൊക്കെ ചെറുതാകുന്ന പോലെയായിരുന്നു. ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഇവിടെ വീട്ടില് കുട്ടികളും ഹസ്ബൻഡേ ഉള്ളു, മറ്റേ പേരക്കുട്ടികളേ ഉള്ളു, ഞാനവരും. അപ്പൊ എനിക്ക് ആകെ ടെൻഷനായി. ഈ സമയത്ത് എന്നെ ഹോസ്പിറ്റലിൽ പോയാൽ ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. ദൈവമേ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 8 മണി 7:30 മണിക്ക് 8 മണി വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ബ്രദർ എന്താ കാരണം വെച്ചാൽ ഞാൻ ഈ സൂമിൽ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ ഇതിന്റെ വചനം, ബ്രദറിന്റെ വചനം കേട്ടപ്പോൾ തൊട്ടാണ് നമുക്ക് കൂടുതൽ ശക്തി വന്ന് അനേകം പേരെ ഞാൻ പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാനും തുടങ്ങിയത്. ഓരോരുത്തരൊന്നും ജീവനോടുകൂടി ഇരിക്കേണ്ട, ഒക്കെ രോഗിയായി കിടപ്പിലാകുന്നവരപ്പോൾ അവർ എണിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ദിവസവും ഞാൻ വിളിച്ചു ചോദിക്കുന്നതിന്റെ പൂർണ്ണ ആരോഗ്യമുണ്ട് എന്നും പറഞ്ഞു. ഇന്ന് ഞാൻ ഏത് അവസ്ഥയിൽ ഇരിക്കേണ്ടതായിരുന്നു പറയുന്നതെല്ലാം ബ്രദറിന്റെ വചനമാണ്. ആദ്യം ബ്രദറിനാണ് നന്ദി, കുടുംബത്തിന് നന്ദി പറയണു, ഞാൻ ഓടാനോടി നന്ദി പറഞ്ഞു, ദൈവത്തിന് സ്തുതി പറയണു. ആമേൻ. നന്ദി കർത്താവേ. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഈ അവസ്ഥയിൽ ഇരിക്കാൻ ദൈവം ഇടയാക്കി, അത് വലിയൊരു കാര്യമാണ്. രോഗിയായിട്ടിരിക്കേണ്ട ആൾ ഇന്ന് സൗഖ്യമായിട്ടിരുന്നു. അതുമാത്രമല്ല അനേക രോഗികൾക്ക് വേണ്ടി ഇന്ന് പറഞ്ഞ പോലെ അനേകർ മരിച്ചു പോകേണ്ട പോലെ ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ കേട്ടതാണ് യേശു നാൾ പ്രാർത്ഥിച്ചത്. രോഗക്കിടക്കയിൽ കിടന്ന മരണത്തോട് അടുക്കൽ പോയ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവം പ്രിയ സിസ്റ്ററിലൂടെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പോൾ വചനം കേട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം നമ്മളിന്ന് കേട്ട തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾ പൗലോസ്ലീഗ പറഞ്ഞ വചനം കേട്ടു. ആ വചനം പൗലോസ്ലീഗ അവിടെ വിട്ട് പോയെങ്കിലും അവരത് വചനത്തിൽ അവരിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അവരിലൂടെ വലിയൊരു ഉണർവ് അവിടെ ദൈവം ചെയ്തു. അതേപോലെ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളിലൂടെയൊക്കെയും ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുന്നു. ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യുവാണ്. കേൾപ്പിച്ച സാക്ഷ്യത്തിന് നന്ദി. നമുക്ക് പിന്നെയും തുടർമാനമായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കാം. നിങ്ങൾ ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത്. ഓരോ ദിവസവും നമുക്ക് സമയങ്ങൾ ചുരുങ്ങിയാണ്. അപ്പോൾ ഞാൻ വരും ദിവസങ്ങളിൽ നമ്മൾ സമയത്തെ മാക്സിമം കൃപയാൽ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ സാക്ഷ്യങ്ങൾ ഒത്തിരി ഉണ്ട്. ഇന്നലെയൊക്കെ നമ്മൾ ഒത്തിരി ദൈവപ്രവർത്തി, ഒത്തിരി അത്ഭുത രോഗസൗഖ്യത്തിൻ്റെയൊക്കെ സാക്ഷ്യം കേട്ടു. നിങ്ങൾ ഒരു സാക്ഷ്യം പോലും പറയാതിരിക്കരുത്. സാക്ഷ്യം ദൈവം ചെയ്യുന്ന സാക്ഷ്യമാണ്. ബൈബിളിൽ പറയുന്നുണ്ട് 10 കുഷ്ഠരോഗികൾ സൗഖ്യമാക്കി ഒരുവൻ വന്ന് മടങ്ങി വന്നു. അപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾ നന്ദിയുള്ളവൻ ഒരുത്തനെ കണ്ടുള്ളൂ. അപ്പോൾ ഈ സാക്ഷ്യം പറയുന്നത് ദൈവത്തിന് വലിയ ഇഷ്ടമാണ്. നന്ദി കാണിക്കുവാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് ദൈവസന്നിധിയിൽ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യം പറയട്ടെ, മുന്നോട്ടും പറയുക. കർത്താവ് അവസരങ്ങളെ ഒരുക്കും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സകലത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകല കാര്യത്തിലും അനുഗ്രഹമാക്കി മാറ്റുന്നതിന് നന്ദി പറയുന്നു. വലിയ പ്രവർത്തികളാൽ കർത്താവ് നിറയ്ക്കുന്നല്ലോ. നമുക്ക് ഈ സമയത്ത് എല്ലാ ദിവസത്തെ പോലെ തന്നെ മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട്